അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ രാജിയാണ്. തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഒരുപാട് അത്ഭുതങ്ങള്, അനവധി അനുഭവങ്ങള് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു നായർ കുടുംബത്തില് ജനിച്ചു വളർത്തപ്പെട്ട വാത്സല്യ സഹോദരി കടന്നുപോയ ഒരുപാട് തിക്ത അനുഭവങ്ങള്, വേദനാജനകമായ അനുഭവങ്ങള്, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന തന്റെ ജീവിതത്തിലെ അനുഭവങ്ങള് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതിലൂടെ ദൈവനാമം മഹിപ്പെടുക മുഖാന്തരമായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിപ്പാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അതിൽ പങ്കാളിയാവും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസി സിസ്റ്റർ രാജിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രാജി എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം ശ്രീകല എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ വിളിക്കുന്നതാണ് രാജി എന്നാണ് എൻ്റെ പേര് വിളിക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചതും വളർന്നതും. ഒരു ഗ്രാമീണത്തിലാണ് വളർന്നതല്ല, ജനിച്ചത് അവിടെയാണെങ്കിലും പിന്നത്തേൽ ഞാൻ സിറ്റിയിലേക്ക് കടന്നു വരാനായി. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, ജനിച്ചത് ഒരു നായർ കുടുംബത്തിലാണ്. അച്ഛനും അമ്മയും ഒക്കെ ട്രിവാൻഡ്രംകാർ തന്നെയാണ്. ഞങ്ങള് അമ്മയുടെ 14ാമത്തെ വയസ്സിന് അമ്മ കല്യാണം കഴിഞ്ഞ് അച്ഛന്റെ വീട്ടിൽ വന്ന് ഞാൻ കാണുന്നതൊക്കെ അച്ഛന് ഫുൾ മദ്യപാനിയായിരുന്നു. ആ മദ്യപാനത്തിന് എൻ്റെ അമ്മ ഒരുപാട് എൻ്റെ അമ്മയുടെ കഷ്ടതയായിരുന്നു ഞങ്ങൾ കാണുന്നത്. അത്രയും ഒരു 6 വയസ്സ് മുതൽ ഞങ്ങൾ 4 സഹോദരങ്ങളാ. ഞങ്ങൾ 2 സഹോദരിമാരാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ 2 സഹോദരന്മാര് ഞങ്ങളുടെ 8ഉം 10ഉം വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സഹോദരന്മാരാണ് ഞങ്ങൾക്ക് ജനിച്ചിരുന്നത്. ആ ഒരു ഇതില് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. എൻ്റെ അമ്മ 10 പേരായിരുന്നുള്ള സഹോദരങ്ങളുടെ മധ്യത്താണ് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നെങ്കിൽ എൻ്റെ അച്ഛൻ മുഖാന്തരം എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. കുടിയെന്ന് പറഞ്ഞാല് അസാധ്യമായ കുടിയാ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ദേഹം. അച്ഛന്റെ പണ്ടുള്ള കാലത്ത് മരുമക്കത്തായ ഒന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ ഫോളോ ചെയ്തുകൊണ്ടുവന്ന കാര്യം. ഞങ്ങൾക്കായിട്ടൊന്നും കരുതിയിട്ടില്ല. എൻ്റെ അച്ഛന്റെ സഹോദരിമാര് പറയുന്നതിന് അപ്പുറം എൻ്റെ അച്ഛൻ ഒന്നും കേൾക്കില്ല. അമ്മ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എൻ്റെ അമ്മ പഞ്ചഭാവമായിരുന്നു. ആ ഒരു ഇതില് എപ്പോഴും ഞാന് അങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ടത്. എന്നാലും ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ ഒരു ബിസിനസ് കാര്യമായിട്ട്, ബിസിനസ് എന്ന് പറഞ്ഞാൽ കടയായിരുന്നു. അവിടെയും കട മീൻസ് ഹോട്ടലായിരുന്നു എൻ്റെ അച്ഛന്. അപ്പം അവിടെയും ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നത്തേല് എൻ്റെ അച്ഛൻ സിറ്റിയിലോട്ട് കടന്നു വന്നു. സിറ്റിയിൽ കടന്നു വന്ന് അവിടെ ഒരു ഷോപ്പൊക്കെ തുടങ്ങാൻ ഇടയായി. അവിടെ അങ്ങനെ മുമ്പോട്ട് വന്നു. പക്ഷെ കുടിക്കുന്ന ഒരു കുറവില്ല. എഴുതി വീട് സ്ഥലമായാലും മറ്റുള്ളവർ സഹായിക്കും, ഒരുപാട് സഹായിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ വീട്ടുകാര്യം, കുടുംബകാര്യം, സ്വന്തം വീട്ടിലെ കാര്യം നോക്കൂല. ആ സഹോദരങ്ങളെ നോക്കും, അമ്മയെ നോക്കും, അപ്പനെ നോക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഞങ്ങളെ നോക്കില്ല. എൻ്റെ അമ്മയെ നോക്കൂല. എൻ്റെ അമ്മ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഗർഭിണിയായിരിക്കെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മരിക്കാറായപ്പോ താഴെ ഇട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ക്രൂരനായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷെ ഞങ്ങൾ സിറ്റിയിൽ വന്നു. നല്ല കച്ചവടം, നല്ല ഹോട്ടല്, നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ കുടി 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 എന്ന് പറഞ്ഞാല് ഞാനും എൻ്റെ സഹോദരിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ആ കുടിക്കുന്ന സമയത്ത് ആദ്യം കിട്ടുന്ന ക്യാഷ് എടുത്തുകൊണ്ട് അപ്പൊ തന്നെ കുടിക്കാൻ പോകും. ഞങ്ങൾ അടുത്ത് കിട്ടുന്ന ഞങ്ങൾ ഈ കച്ചവടം കഴിയുന്ന കാശ് കിട്ടുന്ന കാശും വാരി തൊട്ടടുത്ത് അമ്പലമുണ്ട്, അമ്പലത്തിൽ ഓടും. അവിടെ കൊണ്ടിട്ട് കാര്യം അടുത്ത് എന്താ നടക്കാൻ പോണെന്ന് ഞങ്ങൾക്ക് അറിയാം. എൻ്റെ അമ്മയോട് കാണിക്കുന്ന ക്രൂരത അത്രമാത്രം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ കാശ് കൊണ്ടിടും. ആദ്യം കിട്ടുന്ന കാശ് അച്ഛൻ കൊണ്ടുപോകും, 2ാമത് കിട്ടുന്ന കാശ് ഞങ്ങൾ കൊണ്ടുപോകും, പിന്നെ കിട്ടുന്നത് അവിടെ നിൽക്കുന്നവർ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി പിന്നെ എല്ലാം തീർന്നെന്നുള്ളൊരവസ്ഥയായി. ഞങ്ങൾ
അപ്പൊ രണ്ട് സഹോദരന്മാരും ജനിച്ചു ഞങ്ങൾക്ക്. അപ്പം ഒന്നുമില്ലാത്ത അവസ്ഥ, ഉണ്ടായിരുന്നതൊക്കെ വിറ്റും എടുത്തും മറ്റുള്ളവർക്ക് കൊടുത്തും ഞങ്ങൾ സീറോ എന്നുള്ളൊരു നിലവിൽ വന്നു. അപ്പൊ ഞങ്ങൾ സിറ്റിയിലായി. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാട് തന്നെ. ഈ കഷ്ടപ്പാടിന്റെ ഇടയിലും അച്ഛനൊരു ചിട്ടയുണ്ട്. രാവിലെ എണീക്കണം, 5 മണിക്കുള്ള ആരാധന ഞങ്ങൾ രണ്ട് സഹോദരിമാരെ മസ്റ്റായിട്ട് അത് പോയിരിക്കണം. ഞങ്ങൾ അമ്പലത്തിൽ ഓരോ ദിവസവും ഓരോ സ്കെഡ്യൂളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൺഡേ എന്നുള്ളൊരു ദിവസം എന്നുണ്ടെങ്കിൽ ആറ്റുകാല് നടന്നു പോകണം. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ തന്നെ നടന്നു പോകണം. അവിടുന്ന് വരുന്നത് തൊട്ട് തുടർച്ചയായിട്ടുള്ള എല്ലാ അമ്പലത്തിലും കയറണം. ഈ എല്ലാ ദിവസവും 5 മണിക്ക് ഞങ്ങൾ തൊഴുതിരിക്കണം. ഞങ്ങൾ അടുത്തൊരു മുരുകന്റെ അമ്പലമുണ്ട്, അവിടെ പോയി അവിടുത്തെ ആരാധന ഞങ്ങൾ തൊഴുതിരിക്കണം. ഇതൊക്കെയായിരുന്നു അച്ഛന്റെ ഒരു രാവിലെ കുളിച്ച് റെഡിയായി പോയിരിക്കണം, അല്ലെങ്കിൽ അടിയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങള് പിന്നെ പോകുമായിരുന്നു, ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നത്തിൽ ഞങ്ങൾ ഈ പൈസയെല്ലാം കൊണ്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ: ദൈവമേ എന്റെ അച്ഛന് സമാധാനം കൊടുക്കണം, എന്റെ അമ്മയെ അടിക്കാൻ ഇടയാക്കലോ. അത്ര മാത്രം എന്റെ അമ്മ സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും എന്താ പറയണേ, ഇപ്പോഴാണ് നമുക്ക് അറിയാന്നുള്ളത്. വിഗ്രഹങ്ങളോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പിന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യ കാലങ്ങളൊന്നും അറിയില്ലല്ലോ. എന്നാലും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കായിരുന്നില്ലേ. പിന്നെ ഞങ്ങള് എങ്ങനെയോ കഷ്ടപ്പെട്ട് കഷ്ടതയുടെ അങ്ങ് അറ്റത്തെ കഷ്ടത എന്ന് പറയാനേ പറ്റുള്ളൂ. എൻ്റെ അമ്മ എന്തെങ്കിലും പണിക്ക് പോവും, അച്ഛൻ കിട്ടുന്നതെല്ലാം മൊത്തം കുടിക്കുവാണ്. ഞങ്ങൾക്ക് ഒരു പൈസ പോലും അല്ലെങ്കിൽ തന്നാൽ തന്നെ ഞങ്ങൾക്ക് ഒരു സ്വൈരതയില്ല. അത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു സ്വസ്ഥതയില്ല, നമുക്ക് കഴിക്കാനോ കുടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ മൂത്ത സഹോദരി നല്ല പഠിക്കുന്നതായിരുന്നു. അവള് പഠിക്കും. അവള് പിന്നെ 10th ആയപ്പോഴത്തേക്ക് അവള് ട്യൂഷൻ എടുക്കാൻ തുടങ്ങും. അപ്പൊ ഈ ട്യൂഷൻ എടുക്കുന്ന കാശ് കൊണ്ടാണ് ഈ വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടത്. ട്യൂഷൻ എടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ 2 സഹോദരന്മാരെ പഠിപ്പിക്കും, അവരെ കാര്യങ്ങൾ നോക്കും. എല്ലാ കാര്യങ്ങളും അവളും കൂടെയാണ് ഹെൽപ്പ് ചെയ്യണത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ പഠിക്കാൻ പോണ ഇഷ്ടമില്ല, പഠിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അവള് പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പക്ഷെ അവള് പഠിച്ച കിട്ടുന്ന പൈസ, ട്യൂഷനൊക്കെ എടുത്തുള്ള പൈസയാണ് അവള് ഈ കുഞ്ഞുങ്ങളെ കാര്യവും വീട്ടുകാര്യവും എല്ലാ ചെലവും അവളാണ് നോക്കുന്നത്. അവളൊന്ന് വളർന്നു വന്നപ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അങ്ങനെ മുമ്പോട്ട് പോയായിരുന്നു. അങ്ങനെ 18 വയസ്സ് അവക്കും 18 വയസ്സ് കഷ്ടതയാണ്. ആ സമയത്തും കല്യാണം കഴിഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞത് അടുത്തത് ഉടനെ തന്നെ അവളുടേത് മാർച്ചിൽ കഴിഞ്ഞു. ഏപ്രിൽ മെയ് ആയപ്പോഴത്തേക്ക് 1970 ഞാൻ ജനിച്ചതാണ്. 88 ആയപ്പോഴത്തേക്ക് 18 വയസ്സ് പൂർത്തിയായി. 2ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് എന്റെ വിവാഹം എൻ്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരം നടത്തി. ഞാൻ ഒത്തിരി പറഞ്ഞത് എനിക്കിപ്പോ വിവാഹം വേണ്ട. ഞാനിപ്പോ 10th കഴിഞ്ഞ ഒരു പ്രസ്സിലൊക്കെ പോകുന്ന ഒരിതായിരുന്നു. കാര്യം ചേച്ചിക്ക് മുന്നോട്ട് പഠിക്കാനൊരിതില്ല, അവള് കാശില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ അവക്കും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു. ഈ എൻ്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരം എന്നെ ഒരു വിവാഹത്തിലേക്ക് എന്നെ തള്ളിവിട്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛൻ എനിക്ക് ഇപ്പനും ഇഷ്ടമില്ലെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞതിൽ അച്ഛന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്ന ഇത് നടത്തിയേ പറ്റുള്ളൂ, എന്നല്ലെങ്കിൽ വേറെ എന്നും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ അവിടെ ജയിക്കണം എന്നുള്ള ഒരിതേ ഉള്ളൂ. സമ്മതിച്ചു കൊടുത്ത് ആ വിവാഹം നടന്നു. പക്ഷെ വിവാഹം നടന്നെങ്കിലും ഞാൻ 88 വിവാഹം നടന്ന് 89 എൻ്റെ കുഞ്ഞ് ജനിച്ച് ജനിക്കുമ്പം തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയി 7ാം മാസത്തിൽ എൻ്റെ അച്ഛൻ മരിക്കുന്നു. അപ്പം അച്ഛന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമാണ്. അച്ഛൻ ഇഷ്ടത്തിന് നടത്തിയെന്ന് പറഞ്ഞാല് അച്ഛൻ പറയണതിനപ്പുറം ആ മനുഷ്യൻ കേൾക്കൂല എന്നുള്ളൊരു അച്ഛന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചത് എൻ്റെ സഹോദരങ്ങളെല്ലാം എന്താ പറയുക, കുഞ്ഞുങ്ങൾ 8ഉം 10ഉം വയസ്സ് ഞങ്ങളെയും ഇളയതാ. അപ്പൊ എനിക്ക് 18 വയസ്സായപ്പോഴത്തേക്ക് ഒരാൾക്ക് 10 ഒരാൾക്ക് 8 ഉള്ളൂ. ഞങ്ങളെ വീട്ടിൽ വേറെ ആരും ചോദിക്കാനും, എൻ്റെ അച്ഛന്റെ സ്വഭാവം കൊണ്ട് അമ്മയുടെ വീട്ടുകാരോ അച്ഛന്റെ വീട്ടുകാരോ ആരും അധികം സഹകരിക്കാത്തതും കൊണ്ട് ഈ പുള്ളിക്കാരന് ഒരു എളുപ്പമായി. അപ്പം ഈ സ്വഭാവം എൻ്റെ കുഞ്ഞിന് 1 വയസ്സായപ്പോ തന്നെ പുള്ളിയുടെ സ്വഭാവങ്ങളൊക്കെ ഏറെക്കുറെ മാറാൻ തുടങ്ങി. ഞാൻ പ്രഗ്നന്റില് 7ാം മാസത്തിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ജൂലൈ മാസം അച്ഛൻ മരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ ഞാൻ പ്രസവിക്കുന്നു. അതും ഒത്തിരി കഷ്ടത്തിൽ കൂടെ ഞാൻ കടന്നുപോയ അവസ്ഥകളായിരുന്നു. ആ സമയത്ത് എന്നെ നോക്കും. പക്ഷെ നമുക്ക് ഈ പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടൂല. ആ കാലത്ത് നമുക്ക് എന്താ ഒരു ലെറ്റർ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ.
ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുള്ളി വന്നെങ്കിൽ വന്നെന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷേ സമാധാനമായിട്ട് മുമ്പോട്ട് പോയി ഉണ്ടെങ്കിൽ കൊണ്ടുതരും. ആദ്യം പുള്ളിക്കാരൻ നേവിയിലായിരുന്നു. പുള്ളിക്കാരന്റെ പേര് ഹരികുമാർ എന്നാണ്. നേവിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നാട്ടില് ആ ജോലി വിട്ടിട്ട് സ്വന്തമായിട്ട് കോൺട്രാക്ട് പണിയെടുത്തും അല്ലാതെയൊക്കെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് നല്ല കാശായിരുന്നു. ജോലി ചെയ്യുമെങ്കിൽ കാശായിരിക്കണം. അതിപ്പം അല്ലെങ്കിൽ നല്ല നല്ല കാശുണ്ട്, ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നല്ല പോലുണ്ട്. പക്ഷെ അത് സൂക്ഷിക്കാനോ കുടുംബത്തെ നോക്കാനോ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ലൈഫിലേക്ക് പുള്ളി നീങ്ങും. പുള്ളിക്ക് ഇങ്ങനെ സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ സ്ഥാപിക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യവും എനിക്ക് എന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു, എന്നെ നോക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഒരിക്കലല്ല, എന്റെ അച്ഛൻ പോയതോടുകൂടി പുള്ളിയുടെ സ്വഭാവമേ മാറി. എന്റെ മോന്റെ 2ാമത്തെ വയസ്സിൽ തന്നെ ആദ്യമായിട്ട് പുള്ളി ഞങ്ങളെ വിട്ട് എന്നെ പോയി. കാര്യം എന്റെ കുഞ്ഞിന് പിന്നെ പെട്ടെന്നൊരു അസുഖം വന്ന് ഈ തൊണ്ടയുടെ ഭാഗത്ത് കുറച്ച് നീരിങ്ങനെ വലിഞ്ഞു കൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ആ ദേശം വിട്ടേ പുള്ളി പോയി. ജോലിക്കൊന്നും പറഞ്ഞു പോയതാണ്. ആ പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നത് ഒരു 1.5 മാസം കഴിഞ്ഞു. ഈ 1.5 മാസത്തിന്റെ ഈ കുഞ്ഞ് ഒത്തിരി വേദനിക്കപ്പെട്ട് രാത്രി ആവങ്ങളിൽ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. കാര്യം സംസാരിക്കൂല, ഭക്ഷണം കഴിക്കൂല. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഈ വായിൽ നിന്ന് ഇങ്ങനെ എന്താ പറയണേ, ഞാളുവ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വിചാരിക്കുന്ന അസുഖത്തിന്റെ. അപ്പം രാത്രി പനി, ഭയങ്കര പനി. അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും ഇതാ കുഞ്ഞിന് ആരെയോ കാണണമെന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജോലിക്ക് പോയതില്ല എങ്ങനെയെന്ന്. പിന്നെ ഓരോരുത്തർ പറഞ്ഞറിയുന്നില്ല, ഈ സിറ്റിക്കകത്ത് നിന്ന് തന്നെ പണി ചെയ്യുന്നുണ്ട്, സിറ്റിക്കകത്തുണ്ട് ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പുള്ളി എന്തിനാ ഇങ്ങനെ കാണിക്കണേന്നുള്ളത്. പക്ഷേ പുള്ളിയുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരുന്നു. അപ്പൊ ഓരോരുത്തരും പറയുന്നുണ്ട് ഇന്നടുത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് തൊട്ടടുത്തുണ്ട് പുള്ളി. പക്ഷെ ഞങ്ങളെ കാണാനോ ഞാൻ എന്റെ കുഞ്ഞിന് ഒരു ചെലവ് കൊടുക്കാനോ അങ്ങനത്തെ ഒന്നും പുള്ളി നോക്കുന്നുമില്ല. പക്ഷെ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറെ നാവെടുത്ത കള്ളത്തിനെ പറയുള്ളൂ. അത് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ കുറെയൊക്കെ എന്റെ വീട്ടുകാരെ മറച്ചു വെക്കുന്നു. ജീവിതമാണ് ഇത്, മുമ്പോട്ട് പോകണമെന്ന്. പക്ഷെ അവരൊക്കെ അറിയുന്നുണ്ട്, ഇവരെന്നെ ഒന്നും അറിയിക്കുന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയെ കൂടെ കഷ്ടപ്പാടിന്റെ അങ്ങ് അറ്റത്തെ കഷ്ടപ്പാട്. ഞാൻ താമസിക്കുന്ന എന്റെ അമ്മയുടെ കൂടെ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ അമ്മയെ ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത്. എന്റെ അമ്മയെ രണ്ട് കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് അമ്മയും വളർത്തുന്നുണ്ട്. ഒന്നും കഷ്ടപ്പെടുത്തരുന്ന ഒരു തോന്നലേക്കുണ്ട്. പിന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. കാര്യം ഇവരാണ് എന്നെ ഈ കല്യാണം പിടിച്ച് നടത്തിയത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്തിനെന്നെ ഈ കല്യാണം നടത്തിച്ചു, ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞു എന്നുള്ളൊക്കെ ഒരു മനസ്സിനൊരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. എന്റെ പ്രായം ഇത്രയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഒത്തിരി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നത്തേതിൽ ഇത് അങ്ങ് കൂടി വരെയാണ്. ചിലപ്പോൾ 10 ദിവസം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിപ്പില് പുള്ളി പോകും. ഞാൻ ജോലിക്കൊന്നും പറഞ്ഞ് പോകുന്ന പുള്ളി പിന്നെ പുള്ളിക്കാരൻ വരുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോ തന്നെ, ചിലപ്പോൾ 2 മാസമായിരിക്കും, ചിലപ്പോൾ 1 മാസമായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെ വിഷയങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കേസ് ഞാൻ അറിയാനിടയായി. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹിച്ചതോ അല്ല. കഷ്ടപ്പാടിന്റെ നടുവിലാണെങ്കിലും സ്വസ്ഥമായിട്ടൊരു ജീവിതം നല്ല പോലെ ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങള് അമ്മ പഠിപ്പിച്ചതാണ്. അപ്പൊ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടം വരില്ലേ എന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ആഗ്രഹിച്ച്. അത് കഴിഞ്ഞിട്ടപ്പോ ഞാൻ ചിന്തിച്ച് എന്തായാലും ഞാൻ ഒരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കണം, എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. അങ്ങനെ എന്റെ സഹോദരി എടുത്ത് എന്റെ അമ്മയെടുത്ത് എന്റെ മകനെ ആക്കിയിട്ട് ഞാൻ എന്തെങ്കിലും തയ്ക്കാനായാലും ഈ സെയിൽസിന് കടകളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഹാൻഡ്ലൂം പോയിട്ട് ഞങ്ങൾ അടുത്ത് ഈ ഷോറൂം ഉണ്ട്. അവിടെയൊക്കെ ഞാൻ കയറി നിൽക്കുമായിരുന്നു. ഡെയിലി വേഴ്സിന് കയറും, നല്ല സാലറി കിട്ടും. അപ്പൊ അതിനൊക്കെ ഞാൻ പോവും. അല്ലാത്തപ്പോഴത്തേക്ക് തയ്ക്കാനായിട്ട് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും. പക്ഷെ ഓരോ വർഷം ചെല്ലുന്തോറും ഞങ്ങൾ ആ സമയത്തൊക്കെ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് ഈ CSI പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ കൂട്ടത്ത് അങ്ങ് പോകും, സൺഡേ ക്ലാസ്സിന് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കത് തടസ്സമല്ല. ഞങ്ങൾ അവരെ അങ്ങ് വിടും. 2 മക്കളുണ്ട്, ചേച്ചിക്കൊരു മോളാണ്, ഈ മോനാണ്. അപ്പൊ രണ്ടുപേരും അങ്ങ് പോകും, ഞങ്ങൾക്കൊരു തടസ്സമില്ല. അപ്പൊ അമ്പലം എന്തെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ മോന്റെ പേര് രാഹുൽ എന്നാണ്. അറിഞ്ഞിട്ടേ ഇല്ല.
ആ അമ്പലത്തിൽ കണ്ടിട്ടില്ല, അറിഞ്ഞുകൂടാ, അധികമായിട്ട് ഒരിടം പോയിട്ടില്ല. പോയിന് അവന് ബന്ധമുള്ളത് ഈ ചർച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരു മാറി മറിയുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ വന്നത്. പുള്ളിക്കാരൻ നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിത്വമുള്ള ഒരു ഉടമയാണ്, കുടുംബം നോക്കുന്നതാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് അങ്ങ് ആളൊക്കെ മാറി കുടിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞേ ഉള്ളൂ, സെയിം എൻ്റെ മോന്റെ പ്രായം തന്നെയാണ്. പുള്ളിക്കാരങ്ങ് കുടി തുടങ്ങി. കുടി എന്ന് പറഞ്ഞാല് ഭയങ്കര കുടി. കുടിച്ചു കഴിഞ്ഞ എൻ്റെ അച്ഛന്റെ അതേ സ്വഭാവം, അടി ബഹളം. ചേച്ചി ശരിക്കടിക്കും. ഇതൊന്നും എനിക്ക് കാണാനും, ഞാനും എൻ്റെ മോനെ ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ടത്തൊക്കെ വരുന്നത്. വൈകിട്ട് വരുമ്പോ വീട്ടില് ബഹളം. എൻ്റെ വീട്ടിലല്ല, അവര് പ്രത്യേകം താമസിക്കണം, അവരെ വീട്ടിൽ. എനിക്ക് സത്യം പറഞ്ഞാല് എന്ത് ചെയ്യണം ജീവിതത്തിൽ, എന്താ ഇങ്ങനെയെന്ന് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ആരടുത്ത് പോയി ആശ്രയം ചോദിക്കും? ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാത്ത അവസ്ഥയാണ്. എങ്ങനെ ആരോടാ ഇതൊന്നും പറയുന്ന? ജീവിതത്തില് ഒന്നും പറ്റാത്തൊരവസ്ഥ. ഇത് പലപ്പോഴും വീട്ടിൽ ബഹളം തന്നെയാണ്. ഭക്ഷണം വെച്ചാൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സഹോദരിയുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ മോനെ എടുക്കാൻ കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഇളയ കുഞ്ഞ് ചേച്ചിയുടെ മടി ഇരിക്കുന്നുണ്ട്. മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് കത്തിക്കാൻ പോകുന്ന വിലങ്ങും ഒന്ന് കാണുന്നു. അതുകൂടെ കണ്ടപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ജീവിതം പോലെ ആയിപ്പോയല്ലോ. ഞാൻ ഏറെ സന്തോഷിച്ചത് എൻ്റെ ജീവിതം പോട്ടെ, കുഴപ്പമില്ല, അവളുടെ ജീവിതമെങ്കിലും സന്തോഷമായിട്ട് പോകുമല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് കണ്ടപ്പോ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ അവളെയും വിളിച്ച് കുഞ്ഞുങ്ങളെയും വിളിച്ച്, രണ്ടാമത്തെ കുഞ്ഞിനേനും അടി വെച്ച് ഇരിക്കുമ്പോഴേ പിന്നെ ഈ ഇത് നടക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചോണ്ടെന്നാക്കി. പിന്നെ ഒരു പ്രതീക്ഷയില്ല നമുക്ക്, ആരോട് എന്താ സംസാരിക്കണം, എന്ത് പറയണം ഒരു അതിന്റെ കൂടെ ഈ വല്ലപ്പോഴും ഒരിക്കൽ ഇദ്ദേഹം വരും. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. എന്തിനാ പുള്ളി ചെയ്യുന്ന തെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെന്ന് വെച്ചാൽ അങ്ങ് പോകണം, അല്ലെങ്കിൽ നിൽക്കണം. ഇതൊന്നുമല്ല, വരും പോകും, വരും. പുള്ളിയുടെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവും. പുള്ളിയുടെ വീട് പിന്നെ അരുവിക്കര മൈലം ട്രിവാൻഡ്രം തന്നെയാണ്, ഒത്തിരി ഉള്ളിലോട്ടാണ്. ഞങ്ങൾ സിറ്റിയാണ്, ആ സിറ്റിയിൽ നിന്നും 10-30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ പുള്ളിക്ക് ഞങ്ങൾ ചിന്തിക്കുന്നിടത്തോളം പിന്നെ ഈ സിറ്റിയിലേക്ക് ജോലിക്കൊക്കെ വന്നാൽ ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു വീട്, അതിനുപരി പുള്ളി ഒന്നിനെയും കണ്ടിട്ടില്ലെന്നാ ചിന്തിക്കുന്നത്. ഒരു കുടുംബം ഉണ്ടെന്നോ, ആ കുടുംബത്തില് ഉത്തരവാദിത്വം ഉണ്ടെന്നോ, ഒരു കുഞ്ഞുണ്ടെന്നോ നോക്കണമെന്നോ പുള്ളിക്ക് ഒരിതുമില്ല. അപ്പൊ പുള്ളിയുടെ ചിന്ത, ഇവിടെ സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് നമുക്ക് അന്തി ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വേണം, ഒരു സത്രം. അതിലുപരി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ നടുവിൽ എൻ്റെ സഹോദരിയുടെ വിഷയങ്ങൾ വരുന്നത്. ആകെ വിഷം എന്ത് ചെയ്യുമെന്ന് ഞാൻ വീട്ടിൽ വിളിച്ചോണ്ട് നിർത്തി. പിന്നെ കുടിച്ചിട്ട് വീട്ടിലായി ബഹളം. ഒരു സമാധാനമില്ലാത്ത ജീവിതം. അതിനിടയ്ക്കും ഞങ്ങൾ അവിടെ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോക്കൊക്കെ അങ്ങ് നിർത്തി. കാര്യം എന്ന് പറയാം, എന്തിനാ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ട് ഒന്നും നേടാനില്ല. ഇത്രയും ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഒന്നും അതുവരെ നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മറുപടി തരുമായിരുന്നു, അതുപോലുമില്ല. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോക്കേ നിർത്തി. ഒരു 10-15 വയസ്സായ കാലഘട്ടത്തിൽ തന്നെ തീരുമാനിച്ച് അമ്പലത്തിൽ പോകണ്ട. പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇവർ പഠിക്കുന്നു, സൺഡേ സ്കൂളിൽ പോകുന്നു, വരുന്നു. പിന്നെയും എനിക്ക് ഒരു ഓണ സീസണായി, എനിക്ക് കടകളിൽ പോകാനായിട്ട് പറ്റി. ആ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ മോന് പെട്ടെന്ന് ഈ ആൽബമിൽ കൂടിയിട്ട് നെഫ്രൈറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖം അങ്ങ് കൂടി. ഈ കൂടി എന്ന് പറഞ്ഞാല് മൂത്രം ഒഴിക്കുന്ന അത്രയും ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് അറിയില്ലായിരുന്നു. ഈ ജോലി ചെയ്യുന്ന കാശ് അത്രയും നമ്മൾ കൂട്ടിവെക്കും. ഇവന്റെ ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഹോസ്പിറ്റലാവും, മൊത്തം കാശും തീരും. എങ്ങനെ എൻ്റെ ഒറ്റ ആഗ്രഹമാണ് ഇവനെ പഠിപ്പിച്ച് എൻ്റെ അമ്മയുടെ ആൾക്കാർക്ക് അച്ഛൻ്റെ ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അധികം വിദ്യാഭ്യാസം ഇനി പഠിക്കാനൊട്ട് താല്പര്യമില്ല എന്നുള്ള ആളായതുകൊണ്ട്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നല്ല പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ തോറ്റു പോകാൻ ഒരു മനസ്സിൽ എനിക്ക്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആത്മഹത്യ ചെയ്തു. അതിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി.
അത് സൂയിസൈഡ് ചെയ്യാനായിട്ട് കയറിട്ടു. അത്രയും സമാധാനക്കേടാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഈ മനുഷ്യൻ ഈ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. ഈ എന്റെ മോന്റെ അസുഖം, ഈ കാശ് അത്രയും നമ്മൾ ഒരു വർഷം എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കരുതു ഈ ഹോസ്പിറ്റലിൽ ചിലവ് അത്രയും പോകും. അങ്ങനെയാണ് 8ാമത്തെ വയസ്സിലും ഒരു അസുഖം ഇങ്ങനെ വന്നു, നെഫ്രൈറ്റിസ്. ആ ഒരു ആൽബമിൻ കൂടിയിട്ട് അത് ഭയങ്കരമായിട്ട് കൂടി, ബ്ലഡ് അപ്പൊ കൊണ്ടിരിക്കുന്ന ആ പെട്ടെന്ന് ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെ നിങ്ങൾ എന്തിനാ ജീവനോടെ കൊല്ലുവാണോ നിങ്ങൾ? എന്തുകൊണ്ട് നേരത്തെ ചെക്ക് ചെയ്തില്ല? സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം ഇവനൊട്ട് പറയുന്നില്ല, ഇവന്റെ യൂറിൻ ഈ ബോഡിയൊക്കെ നീര് വെച്ച് ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുക. ഞങ്ങൾക്ക് ഒട്ടും ഇതൊന്നും അറിഞ്ഞൂടല്ല, അന്നത്തെ കാലത്ത് അറിയൂല. അപ്പൊ ഞാൻ ഉടനെ തന്നെ വീട്ടിൽ വന്നിട്ട് പിറ്റേന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത്. ഞാൻ ഈ ഡോക്ടർ പറയും ഞാൻ അവിടെ വീണുപോയി. ഞാൻ അവിടെ വീണു. എനിക്ക് നിലയില്ല ഈ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. എൻ്റെ അമ്മയും ഞാനുമായിട്ട് ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ അവിടെ അങ്ങ് വീണിട്ട് ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പിറ്റേന്ന് അഡ്മിറ്റ് ചെയ്ത് 1.5 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ട് എന്നാലും അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. എണീക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല, ഭക്ഷണം കൊടുക്കൂല, ഹൈ BP ആണ്, കൊളസ്ട്രോൾ ആണ്, ഒക്കെ അസുഖമാണ്. 8 വയസ്സായ കുഞ്ഞിന് ഹൈ BP, ഒന്നും കൊടുക്കാൻ പറ്റില്ല, വെറുതെ ഒരു ചോറ് മാത്രം, അതിന് വേറെ ഓയിൽ ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർക്കാനില്ല, പഞ്ചസാര ചേർക്കില്ല, ഇങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവത്തിന് അപ്പോഴും ആ ദൈവമക്കളും അവൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് കൊണ്ട് ഓരോരുത്തരും അവന്റെ ഹോസ്പിറ്റലിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് ദൈവം അവിടെ ഒരു വിടുതൽ അവൻ കൊടുത്തു. പിന്നെയും അപ്പൊ എനിക്കൊരു ചിന്തയെ, ഞാൻ ഇങ്ങനെ നിന്നാൽ പറ്റൂല, എന്റെ സഹോദരിയുടെ ജീവിതം ഇങ്ങനെ, എന്റെ ജീവിതം ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആ സമയത്ത് ഒരു ഓഫർ വന്ന്, അതെന്റെ സഹോദരിക്ക് വന്നൊരു ഓഫറാണ്, ഇങ്ങനെ ഗൾഫിൽ പോവാൻ വേണ്ടി ഒരു ഓഫർ വന്നു. അപ്പൊ ചിന്തിച്ചില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു നീ പോകും. പക്ഷെ എനിക്കൊരു ആകെ ഒരു വിഷമം, എന്റെ മോനെ വിട്ടിട്ട് പോകുന്നതാണ്. ആ മോനെ വിട്ടിട്ട് പോക എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നു. പക്ഷെ അവനോട് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവൻ പറഞ്ഞു, ശരി അമ്മ, പോക്കോ, എത്ര നാള് കഴിഞ്ഞ് വരും എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞപ്പോ അവന് സമ്മതിച്ച്, അമ്മ പോകാൻ പറ്റുമെങ്കിൽ പോക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പഠിത്തത്തിനൊക്കെ ഓക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ 98-ല് പിന്നെ 98-ൽ ഞങ്ങള് ഡിസംബർ ആയപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാൻ റിയാദിലേക്ക് കടന്നുപോയി. റിയാദിലേക്ക് കടന്നുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് വലിയ കാര്യങ്ങൾ, ഗൾഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പണിയായിരിക്കും, നല്ല അതിന് പോയത് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് പോലെ ഹാൻഡിക്രാഫ്റ്റ് കുട്ടികളുള്ള ഈ റീഹാബ് സെന്ററിലാണ് പോയത്. അവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കാനാണ് പോയത്. ഒരു റൂമിൽ 8 പേരുണ്ടാവും. അങ്ങനെ ഡിസംബർ മാസം 98-ല് ഞങ്ങൾ അവിടെ എത്തി. ചെന്ന് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാതെ എത്തിപ്പെട്ടതാ. എന്നാൽ ഒറ്റ ഉദ്ദേശമായുള്ള എന്റെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം, എന്റെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കണം, ആ ഒരു ഉദ്ദേശം മാത്രമേ മനസ്സിലുണ്ട്. മരിക്കാതെ രക്ഷപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയണ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ദൈവത്തെ അറിയാൻ ഇടയാക്കിയല്ലോ. അന്ന് ഞാൻ മരിച്ചു പോയി എന്റെ ദൈവത്തെ അറിയാൻ ഇടയാക്കൂലായിരുന്നു. പക്ഷെ എന്തോ ഒരു സ്നേഹം നമ്മളെ ചുറ്റുപാട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ സുശേഷകരൊക്കെ വന്നിട്ട് നമുക്കത് മൈൻഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഹൃദയത്തിലൂടെയൊക്കെ ഓരോ കോണില് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് ഉണ്ട്, കർത്താവ് ആരെന്ന് ഇങ്ങനെ കുറിച്ച്. പിന്നെ ചെറുതിലെ എൻ്റെ അമ്മ ഒരു 6 വയസ്സൊക്കെ ആയപ്പോ കഥ പറഞ്ഞു തരുന്ന എങ്ങനെയെന്ന് പറയാം, കർത്താവിന്റെ ക്രൂശീകരണം. അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് എനിക്കറിയില്ല. കർത്താവിന്റെ ക്രൂശീകരണം പറഞ്ഞു തരും. കർത്താവിന്റെ ക്രൂശീകരണം പറഞ്ഞു തരുമ്പോൾ കിടന്ന് കരയും. അത് കേട്ട് ഇപ്പോഴും എനിക്ക് ആ ക്രൂശീകരണം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എനിക്ക് ഭയങ്കര സങ്കടം വരും. അതുപോലെ തന്നെ അപ്പോഴും ഞാൻ കരയും, ഒത്തിരി കരയും. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ദൈവമേ, ഈ സുവിശേഷത്തിൽ കൂടെ കേൾക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് അടുത്തൊക്കെ പഠിപ്പിക്കുന്ന ഒക്കെ ആൾക്കാർ വന്നിങ്ങനെ ദേവദാസന്മാർ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂളൊക്കെ എടുക്കുമ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ പുറത്തു നിന്ന് കേട്ടിട്ടുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊന്നും പോകണമെന്നോ അല്ലെങ്കിൽ കേട്ട് പഠിക്കണമെന്നോ ഒരു ഉദ്ദേശമില്ല. മൽപ്രിയനെ ആ പാട്ടൊക്കെ ഇഷ്ടമാണ്, കേട്ട് പഠിച്ചിട്ട് മൽപ്രിയനെ എന്നേശ് നായക ആ പാട്ടൊക്കെ അങ്ങനെ കേട്ട് അതൊക്കെ ഇങ്ങനെ പാടിയൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 10-14 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെ ഗൾഫിൽ അവിടെ ചെന്നിട്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്നുള്ള ഒത്തിരി ജനങ്ങളും ഈ ജയിൽ ജീവിതം പോലെ
ജയിൽ ജീവിതം എന്ന് പറഞ്ഞാല് 15 ദിവസത്തിന് ഒരിക്കൽ ജയിൽ തുറക്കും. അന്നത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിയാദിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ, 98-ലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാ. പിന്നെ ഇവിടുന്ന് ഈ ഗേറ്റ് തുറക്കും, വണ്ടിക്കകത്തോട്ട് കയറും, അവിടുന്ന് നേരെ കൊണ്ടിറക്കുന്നത് പിന്നെ വർക്ക് പ്ലേസിലാണ്. വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചെന്ന് കയറുമ്പോഴേ നമുക്ക് തോന്നും ഇവിടെ എന്താ പറഞ്ഞ ഒരു പിശാചിന്റെ കൊട്ടാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലോട്ട് കയറണം. കാര്യം എല്ലാം ബെഡഡ് പേഷ്യന്റ് ആണ്. അവരെ ഒരു 12 മണിക്കൂർ ഡ്യൂട്ടി. ഇന്ന് രാവിലെ കയറിയ വൈകിട്ട് ഇറങ്ങാം. തിരിച്ച് ഒരു ഓഫ് പോലും ഇല്ല. ഒരു ഓഫും ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓഫ് കിട്ടുവാണെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്തിട്ട് അടുത്ത ദിവസത്തിന് നമുക്ക് ഓഫ് എടുക്കാം. ഇപ്പം ഒരു വെള്ളിയാഴ്ച നമ്മൾ കയറി കഴിഞ്ഞാൽ കണ്ടിന്യൂ 12 മണിക്കൂർ ചെയ്ത് അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് 24 അവർ ചെയ്യണം. പിറ്റേന്ന് മോർണിംഗിൽ ഇറങ്ങിയിട്ട് നൈറ്റ് ചെയ്യണം. പിന്നെ അടുത്ത ആഴ്ച ഒരു ഓഫ് കിട്ടും. അത് 15 രണ്ടാഴ്ചയിലൊരിക്കൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ചക്കിന്, അതനുസരിച്ചായിരിക്കും. അപ്പൊ ഒന്നുമില്ല, നമുക്ക് ജോലി കഴിയുക, സ്കൂൾ ജീവിതം പോലെ വീട്ടിൽ വരിക, ഫുഡ് കഴിക്കുക, കഴിച്ച് ഉറങ്ങുക, തിരിച്ച് അതുപോലെ പോവുക. തിരിച്ച് നമുക്ക് എന്താ പ്രഷർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വീട്ടിലെ നമ്മൾ ഹോം സിക്ക്, അതൊക്കെ നമ്മൾ അങ്ങോട്ട് ചിലരൊക്കെ എടുത്തു ചാടി അവിടുന്ന് ഒറ്റ ട്രിപ്പിന് ഒരു കോൺട്രാക്ടിന് ഞങ്ങൾക്ക് കിട്ടിയത് 5000 പേരെ ആണ് ഓരോ ദേശത്തു നിന്നും, ഫിലിപ്പീൻസും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നത്. ഓരോരുത്തരും മെന്റലായിട്ടുണ്ട്. കാര്യം ഇങ്ങനെ പൂട്ടിയിട്ടേക്കല്ലേ, അന്നത്തെ കാലഘട്ടം അതാണ്. ഇങ്ങനെ തുറന്ന് നമുക്ക് പുറത്തു പോകാൻ ഒരു സ്വാതന്ത്ര്യമില്ല, ഫോണൊന്നും ഇല്ല. വല്ലപ്പോഴും ഒരിക്കൽ ലെറ്റർ വരും, ആ ഒരു ലെറ്ററിന്റെ ആശ്രയം മാത്രമാണ് ജീവിക്കുന്നത്, ഒരിതുമില്ല. പക്ഷെ അതിലും ഒറ്റ പിടിച്ചു നിൽക്കാൻ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ എന്റെ മകനെ പഠിപ്പിക്കണം. വേദനയാ, ഉള്ളിന്റെ അകത്തെ വേദന എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചില സമയത്ത് ചിന്തിച്ചതിക്ക് എന്തിനേം ഇവിടുന്ന് പോകാം. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ മോന്റെ ഓർമ്മ വരും. ഞാൻ വിട്ടിട്ട് പോയി, ഞാൻ എങ്ങനെ എന്റെ കുഞ്ഞിന് അവനെ ഞാൻ പോയി കാണാന്ന് പറഞ്ഞിട്ടില്ല അവന്റെ സമ്മതത്തോടുകൂടി വന്നത്. പല പ്രാവശ്യം മനസ്സിൽ കൂടെ പലതും ഒക്കെ ചിന്തിച്ച്. കാര്യം നമ്മൾ അതിനകത്ത് കിടന്ന് തന്നെ നമുക്ക് ഇതായിപ്പോ, നമ്മൾ ഒരു മെന്റലായിപ്പോവും. കാര്യം എന്താ പറയാ, എവിടോട്ടാ പോണത്? ഈ കുറെ കുട്ടികള് ഇപ്പൊ സംസാരിക്കാത്ത കുട്ടികള്, പിന്നെ എന്താ പറഞ്ഞ ഇങ്ങനെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങള്, അവരെയൊക്കെ അടുത്തോട്ടാ പോകുന്നത്. നമ്മളെ മനസ്സ് തുറക്കാനും നമ്മളോടൊപ്പം സംസാരിക്കണം. തിരിച്ചു വരുമ്പോഴോ അതിന്റെ അപ്പുറം നമ്മള് ഈ ജയിൽ ജീവിതത്തിൽ എല്ലാരും കുക്ക് ചെയ്യുന്നു, പോയി കിടന്നു ഉറങ്ങുന്നു, തുണിയലക്കുന്നു. അതല്ലാതെ ആർക്കും ഒരു എൻജോയ്മെന്റോ ഒരു ടിവിയോ കാര്യങ്ങളോ ഒരു മൊബൈലോ ഒന്നുമില്ലാത്തൊരു ജീവിതം. എന്നാലോചിച്ച് നിൽക്കി. അപ്പോഴേ പിന്നെ കത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമാധാനമുണ്ട്. ആ കത്തില് അവസാനം ഒരു കാര്യമുണ്ട് വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിഷമം വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ഒക്കെ, അപ്പൊ ഇവരും ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ പിന്നത്തേൽ എത്രയെന്ന് പറഞ്ഞാൽ ഒരു സഹോദരനും സഹോദരിയുടെ ഹസ്ബൻഡും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും, എത്രയായാലും അമ്മയും അപ്പനും നോക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അമ്മ എത്ര കൊടുത്തെന്നോ എടുത്തെന്ന് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങളായാലും അവർക്ക് ഒരു അപ്പനും അമ്മയെന്ന് അവരുടെ അപ്പനും തന്നെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ അവന് പഠിക്കാനൊക്കെ ബാക്കിലോട്ടായി. ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് ഇവനെ ആദ്യം നല്ല പഠിച്ചോണ്ടിരുന്ന കൊച്ചാ, ഇപ്പൊ എന്താ ഇങ്ങനെ മാനസികമായിട്ട് ഒത്തിരി വിഷമം, ഒറ്റയ്ക്കിരിക്കുന്ന, അവന് വിഷമം വരുമ്പോൾ ഒറ്റയ്ക്കിരുന്നുകളെ, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയെ കൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ചു, ഇനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് അങ്ങ് പോകാം, എനിക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത തോന്നുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്തൊരു കൊച്ചുണ്ട്, അവളിൽ ബൈബിളുണ്ട്. ഞാൻ വെറുതെ ഒരു പേജ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ എഴുതിയിരിക്കുന്ന, നിന്നെ ശിക്ഷിപ്പാനല്ല അത്രേ രക്ഷിപ്പാന, അത് നമ്മളെ കത്തോലിക്കന്റെ കൊച്ച, അവളിൽ ആ ബൈബിൾ ഉണ്ടായിരുന്നു. നിന്നെ ശിക്ഷിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ ഞാൻ ഇവിടെ കൂട്ടിവരുത്തത്, നിനക്കുള്ളത് അവിടുത്തേക്കെയും ഞാൻ ഇവിടെ കൂട്ടിവരുത്തും എന്ന് കേട്ടപ്പോ ആ 2-3 വചനം ഇതന്നെ അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്ത്. ഈ വചനം എന്റെ മനസ്സിനൊരു ആശ്വാസം പോലെ. അപ്പൊ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ പോയി. അതങ്ങ് മടക്കി വെച്ചിട്ട് ആ കൊച്ചു പറഞ്ഞു, എനിക്ക് സമാധാനം കുറച്ച് കിട്ടും, നീ ഒന്ന് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാലും മനസ്സിലാവൂല എന്താ എഴുതിയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കടന്നുപോയി. ആ കടന്നുപോയ അവസരത്തില് എന്റെ ഭവനത്തിനകത്ത് എന്റെ സഹോദരിയുടെ ഈ 3 വർഷക്കാലം, 1998-ല് ഞാൻ തിരിച്ചു വരുന്നത് 2003-ലാണ് നാട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാന് കേൾക്കാനിടയായി 98, 99 ഒക്കെ ആയപ്പോഴത്തേക്ക്, 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കേൾക്കാനിടയായി എന്റെ സഹോദരി ഹസ്ബൻഡും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം അവരുടെ ജീവിതം ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടുന്ന ഒരു രീതിയല്ല പുള്ളിക്കാരൻ. അത്രമാത്രം അവളെ ഉപദ്രവിക്കും, ഒരുപാട് ഉപദ്രവിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ വേറെ ഒന്നും എനിക്കറിയില്ല, രക്ഷിക്കപ്പെട്ടെന്നറിയാം, അതെന്താ എങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല.
അപ്പം എനിക്ക് 2003 എനിക്കൊരു കത്ത് വന്ന്, എന്റെ മോൻ എനിക്കൊരു കത്തയച്ചു, അമ്മ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം, എനിക്ക് സ്നാനപ്പെടണം, ഞാന് പിന്നെ എനിക്ക് കർത്താവ് ഇങ്ങനെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്നോട് എഴുതി അയച്ചു. അപ്പൊ എനിക്കൊരു ചിന്ത, എന്റെ മോൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്താ, എനിക്കും കുഴപ്പമില്ല, എനിക്ക് സ്നാനപ്പെടാമല്ലോ, എന്റെ നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം എന്നുള്ള ഒരു കത്ത് എനിക്ക് കിട്ടി. അപ്പൊ ഞാനും വിചാരിച്ചു, ശരി, അവൻ പോയ വഴിയെ തന്നെ ഞാനും പോകണം, എനിക്കതിൽ മാറ്റമില്ല. ഒരു തീരുമാനം അവിടെ നിന്ന് എടുത്തിട്ട് ഞാന് കിട്ടൂല, എന്തായാലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. 2003 ജൂലൈ മാസത്തിൽ ഞാൻ നാട്ടിൽ വന്നു. ജൂലൈ മാസത്തില് നാട്ടിൽ വന്നിട്ട് അങ്ങനെ സുവിശേഷം കേട്ടു. എന്നെ എന്റെ സഹോദരിയാൽ സാക്ഷ്യം പറഞ്ഞു, സുവിശേഷം കേട്ട് പിന്നെ എന്താ പറയുക, കർത്താവ് എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി വന്നു, എന്തിനു വേണ്ടി മരിച്ചു, ഇതൊക്കെ കേട്ട് വിശ്വാസത്തോടു കൂടി ഞാൻ സ്നാനപ്പെട്ട് 15 ദിവസം ഉപവാസം ഇരുന്ന് ഞങ്ങളുടെ ഒരു ചർച്ചിൽ, ഞങ്ങൾ അടുത്തുള്ള ഒരു ചർച്ചിൽ പോയി വിശ്വാസത്തോടെ ഞാൻ സ്നാനമേറ്റ് അന്ന് തന്നെ എന്നെ അഭിഷേകം ചെയ്തു ദൈവം. ഇതൊന്നും എനിക്ക് അറിയില്ല, അഭിഷേകം എന്താണെന്ന്. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ സ്നാനപ്പെട്ട് കടന്നു വന്ന് കർത്തമേശ എടുക്കുന്നുമ്പോ തന്നെ ദൈവം എന്നെ ആത്മാവിനെ നിറച്ചെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് ആരാധിക്കുമ്പോഴത്തേക്ക് അന്യഭാഷ അടയാളത്തോടെ എന്നെ ദൈവം നിറച്ചു. ഇത് വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇത് അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇവിടുന്ന് പോണം, എനിക്ക് കൂടുതൽ എന്റെ ദൈവത്തിന്റെ സന്നിധി ഇരിക്കണം, പ്രാപിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ അവിടുന്ന് കടന്നു വന്ന് വെക്കേഷൻ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് റിയാദിലോട്ട് തന്നെ പോയി. റിയാദിലായിരുന്നു അപ്പോഴേ എനിക്ക്. റിയാദിൽ ചെന്നു. 2005 വരെ പിന്നെ അവിടെ ജോലി ചെയ്തു. ഇത് ഈ അവസ്ഥയാണ്. പുറത്തൊന്നും പോകാൻ പറ്റൂല, പ്രാർത്ഥിക്കാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിഞ്ഞൂടെങ്കിലും ഈ ബൈബിളിൽ ചിലത് വായിച്ച് 2-3 പേര് ഈ എന്താ പറയണേ, ഈ മറ്റുള്ള കത്തോലിക്ക അവര് എഴുതി വെച്ച് വായിക്കും. അവരുടെ ബുക്കുണ്ടല്ലോ, നന്മ നിറഞ്ഞ മറിയമേ, എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവരുടെ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് അവിടെ എല്ലാം എന്റെ കർത്താവേ യേശുവേ എന്ന് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ദൈവത്തെ അറിഞ്ഞത് തൊട്ടപ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു എന്താ പറയണേ, ഇനി പ്രാർത്ഥിക്കണം, കൂടുതൽ ദൈവത്തെ അറിയണം, ഇതൊക്കെ ഉള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അടുത്ത പടി എന്റെ 2003 നാട്ടിൽ വന്നു ഞാൻ പോയി. അത് കഴിഞ്ഞ് എന്റെ 2006 ആയപ്പം അമ്മ മരിച്ചുപോയി. ജൂലൈ മാസത്തിൽ എന്റെ അമ്മ മരിച്ചു 2006 ആയപ്പോഴത്തേക്കും. അന്നപ്പം എനിക്ക് വരാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കോൺട്രാക്ട് ആ കമ്പനി തീർന്നു. വേറൊരു കമ്പനിയോട്ട് ഞാൻ ജോയിൻ ചെയ്തത് കൊണ്ട് ഈ സമയങ്ങൾ മാറ്റേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഡിസംബർ മാസത്തിൽ ഞാൻ വന്നു. അപ്പൊ എന്റെ ചേച്ചി ഓപ്പറേഷൻ ആയിട്ട് കിടക്കുക. ഈ ദിവസത്തിലൊക്കെ വന്നു. ഡിസംബർ മാസത്തിൽ 2006 ഡിസംബർ മാസത്തിൽ നവംബർ മാസത്തിൽ വന്നിട്ട് അത് കഴിഞ്ഞു ഞാൻ പോയി. സന്തോഷം. അപ്പൊ പിന്നെ എനിക്ക് ആരാധനയുണ്ട്. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ അത് കരുതുന്ന നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് വലിയ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മകന്റെ കാര്യം നോക്കിയിട്ട് അതൊരു വിഷമമുണ്ട്. എത്രയായാലും മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ഒറ്റപ്പെട്ട ജീവിതം. അവിടെ ചെന്നാലും ഒറ്റപ്പെട്ടല്ലോ. എന്നാലും അതൊന്നും എന്നെ മൈൻഡ് വെക്കുന്നില്ല. കർത്താവിനെ അറിഞ്ഞതോടുകൂടി ഞാൻ വേറൊരാളായിട്ട് അവിടെ വരുവാണ്. എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പിന്നെ വെറുതെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ അങ്ങനെ മുമ്പോട്ട് വലുതായിട്ട് എന്താ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഒന്നും അറിയില്ല. അങ്ങനെ 2007 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. 2005 ഞങ്ങൾ അങ്ങോട്ട് പോയി. 2007 ഞങ്ങളെ ജോലി നഷ്ടപ്പെട്ടു. 2007 റിയാദിൽ നിന്ന് ഈ കമ്പനി തന്നെ ഞങ്ങളെ 2005 ഈ കമ്പനി ഇട്ട് വന്ന 2 വർഷക്കാലം ജോലി ചെയ്തപ്പോ ഈ കമ്പനി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജോലിയില്ല, നാട്ടിൽ പോ, കാര്യം ഇവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു നാട്ടിൽ. 2006 നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് 4-5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരനെ, നാട്ടിൽ പോക്കോന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യാശയോട്, ഞങ്ങൾ ഒരാളല്ല 2 പേരല്ല, ഞങ്ങൾ 9 പേരുണ്ട്. അപ്പോ അവർക്ക് ഫിലിപ്പീൻസ് ഉണ്ട്, 10-70 വയസ്സായവരുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഏഷ്യക്കാര്, ശ്രീലങ്ക, പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്, കേരള, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. 9 പേരുണ്ട്. നിങ്ങൾ നാട്ടിൽ പോക്കോ, നിങ്ങൾക്ക് വിസയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക്
വേറെ ബിസിനസ്സാ, ഞങ്ങൾ വേറെ കമ്പനിയൊന്നും അതൊന്നും പറ്റില്ല, നിങ്ങൾ നാട്ടിൽ പോ. ഫൈറ്റിങ്, ഭയങ്കരമായിട്ട് ഫൈറ്റിങ്. ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് നിന്നേ പറ്റുള്ളൂ. അപ്പം എനിക്ക് എന്തോ ഒരു പ്രത്യാശ ദൈവം എനിക്ക് തരുന്നെന്നറിയാമോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ആദ്യമായിട്ട് ഉപവാസമൊക്കെ ഇരിക്കുക. ഉപവാസം ഇരിക്കുന്നു, 3-4 ദിവസം 5 ദിവസം ഉപവാസമായിരുന്നു. ഇവരെയും കൂട്ടി 9 പേരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഉപവാസം ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ 9 ദിവസം ഉപവാസം ഇരുന്നു. ഉപവാസം ഇരുന്ന് അവസാനം നമുക്ക് ആ ഒരു അവസ്ഥയിൽ ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചെന്നല്ല. ഒരു വചനം നമുക്ക് ആ സമയത്ത് ഒരു വചനം എടുക്കുന്നത്, ആ വചനം നമുക്ക് തരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ബൈബിള് തുറന്ന് ഒരു വചനം എടുക്കും, അത് നമ്മളോട് സംസാരിക്കും വളരെ സന്തോഷത്തോടെ. സെഫന്യാവിന്റെ പുസ്തകത്തിലെ ആ നമുക്ക് അവസാന വാക്കാണ് തന്നത്. കാര്യം ഇസ്രായേൽ പുത്രിയെ നീ ആർത്തുല്ലസിക്കുക, നിന്റെ നിന്ദകളെ മാറ്റി, നിന്റെ ശത്രുവിനെ മാറ്റിയിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു വചനം തന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് സമാധാനം. എന്റെ ദൈവം എന്നോട് സംസാരിച്ച് എന്നെ ഇവിടെ നിർത്തും എന്നുള്ളൊരു ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നായിരുന്നു. ധൈര്യമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി. പുള്ളിക്കാരൻ എനിക്ക് ആ സമയത്ത് എന്ന് പറയുന്നത് വലിയ പിന്നെ ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് വലിയ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ആ സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയമുള്ളതുകൊണ്ട് എനിക്ക് ഈ ബ്രിട്ടീഷുകാരനോട് സംസാരിക്കാനും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഞങ്ങള് ഒത്തിരി പിന്നെ ഉപദ്രവിക്കും എന്നുള്ളത് ഇന്ത്യക്കാരുന്നുണ്ട്. കാര്യം സൂപ്പർവൈസർമാരുണ്ടായിരുന്നു, അവര് വന്നിട്ട് ഞങ്ങൾ രാത്രി ഇക്കാമ എടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ എന്റെ ഒന്നും വന്നിട്ടില്ല. മറ്റുള്ളവരൊന്നും വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങൾ നിങ്ങൾക്ക് ജോലിയില്ല പോകാൻ പറഞ്ഞ് പോകണം. ഭയങ്കര ഒരു വല്ലാത്തൊരു ടോർച്ചറിങ് പോലെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു. ആ സമയം ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള മാനേജർ അവിടെ ഇല്ലായിരുന്നു. ഒത്തിരി ഞങ്ങളെ ടോർച്ചർ ചെയ്തു. പക്ഷെ ഇവർക്ക് ഞങ്ങൾ എങ്ങനെയും നാട്ടി വിട്ടേ പറ്റുള്ളൂ. ഞങ്ങൾ എഴുതി കൊടുക്കണം ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി തരില്ല, എനിക്ക് ജോലി വേണം, അതിനാൽ ഞാൻ കമ്പനിയിൽ വന്നു, നിങ്ങൾ വേറെ ഞങ്ങൾ റിലീസ് ചെയ്താ അതും തരില്ല. അങ്ങനെ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്നെ വിളിച്ചു, ബ്രിട്ടീഷുകാരൻ. സത്യം പറഞ്ഞ പാസ്റ്റർ, ഞാന് ആ എന്ത് സംസാരിച്ചെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്റെ സംസാരം കേട്ടിട്ട് അവസാനം ഈ ബ്രിട്ടീഷുകാരത്തെ ഇങ്ങനെ നിൽക്കുവാണ്, കണ്ണെല്ലാം മുഴിച്ച് എന്റെ മുഖത്തൊക്കെ. എന്ത് സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഈ വചനം എന്റെ മുമ്പിലുണ്ടായിരുന്നു. അതാണ് എന്റെ പ്രത്യാശയായിരുന്നു. ഈ വചനം എനിക്ക് തന്ന വചനം, എന്റെ ദൈവം എന്നെ ഇവിടെ നിർത്തുമെന്ന്. ഇത് കേട്ടിട്ട് പുറത്തൊത്തിരി ആൾക്കാർ നിപ്പുണ്ട്. ഞാൻ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ കൊടുക്കാതെ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ 9 വരെയും വിളിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ നേരെ ഞങ്ങളുടെ പിന്നെ ഏരിയ മാനേജർ ഓഫീസ് ഉണ്ട്, ഏരിയ മാനേജറുടെ ഓഫീസ്, അവിടെ ചെന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ജോലി വേണം. അപ്പൊ ഞങ്ങൾ ആ സീനിയർ ആ മാനേജർ അപ്പൊ ഇല്ല, ദുബായി പോയിരിക്കുകയാണ്. അന്ന് വന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാര്യം പറയും. പുള്ളിക്കാരൻ പറഞ്ഞു പേടിക്കണ്ട. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ ഞങ്ങളെ ഇൻഫോം ചെയ്യാറുണ്ട്, ഞങ്ങൾ പൊക്കോളാം. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് 4 മാസമേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോലി തരാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് പറയുന്നുണ്ട് ശരി നിങ്ങൾ പൊക്കോ. 15-ാമത്തെ ദിവസം ഞങ്ങൾക്ക് അവിടെ നിന്ന് ജിദ്ദയിലേക്ക് ജോലി തരുവാണ്, ജിദ്ദയിലോട്ട്. പക്ഷെ ജിദ്ദയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. കാര്യം ജിദ്ദയിൽ ഒത്തിരി ഫ്രീഡം ഉണ്ട്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാ. റിയാദില് നമുക്കൊരു ഇങ്ങനെ ഈ തുണി ഇങ്ങനെ തലയിട്ട് വേണം പോകാൻ, മൂടി മറച്ച് വേണം. അടിക്കും, നമുക്ക് തൊട്ടിട്ടില്ല ദൈവകൃപയാല്. അങ്ങനെയൊക്കെ ഈ മുത്തവമാരെന്ന് പറയുന്നവര് ഒത്തിരി ഇതൊക്കെ ഒക്കെ. അപ്പൊ ആ ഒരു സ്ട്രിക്റ്റിലോട്ടാണ് പോണത്. അതുകൊണ്ട് നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ട് നമ്മൾ എവിടെ പോയാലും. പക്ഷെ അവിടെ നിന്ന് അങ്ങനെയല്ല, ഫ്രീഡം ഉണ്ട്, അതാ ഇങ്ങനെയൊക്കെ ഒത്തിരി കേൾക്കാനിടയായി. പക്ഷെ നമ്മുടെ പ്രാർത്ഥന വിഷയം ഉണ്ടല്ലോ, ആ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി തരാനായിരിക്കും ദൈവം നമ്മൾ ഓരോരുത്തർ അയക്കുന്നത്. അത് നമുക്ക് വേണ്ടാന്ന് ചിന്തിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും ദൈവം അയക്കുന്നത്. കാര്യം ഞാൻ ഈ 2005 വേറൊരു 2003 പിന്നെ സ്നാനപ്പെട്ടെങ്കിലും 2 വർഷക്കാലം ഒരിടവും പോകാൻ പറ്റില്ല. 2005 ആയപ്പോ വേറൊരു പിന്നെ കമ്പനിയോട്ട് മാറിയപ്പോഴത്തേക്കും അത് ഹോസ്പിറ്റലാണ്. ഇത് റീഹാബ് സെന്റർ ആണെങ്കിൽ ഇത് ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ കേട്ടു ഇപ്പൊ ഇവിടെ നമുക്ക് പ്രേയറിന് പോവാം, പക്ഷെ ഒത്തിരി ദൂരെ. നമുക്ക് ഫ്രീഡം ഉണ്ട് 2005 തൊട്ട് വന്നെങ്കിൽ. പക്ഷെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. മിലിറ്ററി ഹോസ്പിറ്റലാണ്. അപ്പൊ നമുക്ക് ഒരു പ്രേയറിന് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിലും 10-40 കിലോമീറ്റർ ദൂരെ പോകണം. മരുഭൂമിയിലാണ് ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സഹോദരിയെ കണ്ട്. അപ്പൊ എന്നടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ അത്ര അന്വേഷിച്ച് നടക്കും, ഞാൻ പ്രേയർ ഉണ്ടോ. അപ്പൊ ചിലർ പറഞ്ഞു ഇന്ന ആര് പോകുന്നുണ്ടോ, നീ പോയിട്ട് ചോദിച്ചു നോക്കും, നിനക്ക് പോകാൻ പറ്റുമെന്ന്.
അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരി ICUലാണ് ജോലി ചെയ്യുന്നത്, നേഴ്സാണ്. അപ്പൊ ഞാൻ പിന്നെ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, സിസ്റ്ററെ എന്നെ കൂടെ ഒന്ന് പ്രേയറിന് കൊണ്ടുപോകുന്നു. അപ്പൊ പുള്ളിക്കാരന് പിന്നെന്താ ഞാൻ കൊണ്ടുപോകാം, നാളെ ഇതേ സമയത്ത് ഇവിടെ വരാൻ. ഞാൻ അന്ന് വെള്ളിയാഴ്ച അവധിയാണ്. അതേ സമയത്ത് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞു, സിസ്റ്ററെ സോറി കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് ഫാമിലി ഇല്ലല്ലോ. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അത്രയും സ്ട്രിക്റ്റ് ആണ് അവിടെ. നമുക്ക് ആരും, നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ അടുത്ത് പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം, പക്ഷെ അത് നടക്കൂല അവിടെ. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവര് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നെയാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് അത് അവിടുത്തെ ഇലക്ട്രീഷ്യനാണ്. അപ്പൊ അവർക്ക് പോകാം. എന്റെ ഹസ്ബൻഡ് ഞാനുമായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് വരാൻ പറ്റൂല, ഫാമിലി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ സിസ്റ്ററെ, ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര അങ്ങ് വിഷമായി, ഭയങ്കര ആഗ്രഹത്തോടെ ഓടി വന്നതാണ്. അന്ന് എനിക്ക് ഡ്യൂട്ടിയില്ല. അത് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഞാൻ തിരിച്ചുപോയി. അപ്പൊ അന്ന് തൊട്ട് എന്തായാലും എന്റെ ഫാമിലി അവിടെ വരൂല എന്ന് എനിക്കറിയാം. എന്റെ മകൻ ചെറുതാണ്. അപ്പൊ അങ്ങനെ ഒന്നും പറ്റൂല, എനിക്ക് വേറെ ആരുമില്ല. അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം എനിക്കൊരു ഫാമിലിയോട് കൂടി എന്നെ ചേർത്ത് വെക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ റിയാദിലായിരിക്കുമ്പോ ആ സമയത്താണ് ജിദ്ദയിലോട്ട് പോകാൻ പറഞ്ഞത്. ഞാൻ ജിദ്ദയിലോട്ട് പോകുന്നത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്തിനാ ഇവിടെ നിന്ന് പോകുന്നത്, ഇവിടെ ഇതല്ലേ. പക്ഷെ ജിദ്ദയിലോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടായിരിക്കും ദൈവം അയക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് ജിദ്ദയിൽ പോയി. 2007 ഞാൻ ജിദ്ദയിൽ പോയി. ജിദ്ദയിൽ അവിടെ ചെന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കാര്യങ്ങളാണ്. VIP ഹോസ്പിറ്റലാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മലയാളിയാണ് ഒരു പിന്നെ അവിടുത്തെ മാനേജർ ഒക്കെ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുറത്തു പോകാൻ അലോഡില്ല. ഇവിടുത്തെ ജീവിതം തന്നെ അവിടെ ജയിൽ ജീവിതമാണ്. പുറത്തോ നമുക്ക് 10 പൈസ വേറൊരു ജോലി, ഈ കിട്ടുന്ന വരുമാനം നമ്മുടെ ചെറിയൊരു വരുമാനം എത്ര ഉണ്ട് അതേ ഉള്ളൂ. വലിയ സാലറി ഒന്നുമില്ല. ഈ കമ്പനി, നമ്മൾ മാൻ പവർ കമ്പനി പോകുമ്പോൾ അത്ര സാലറി ഒന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ, പക്ഷെ വലിയ ഹോസ്പിറ്റലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ 2 വർഷം ഒരിടത്തും പോവാൻ പറ്റിട്ടില്ല. ഒരു ചർച്ചിലോ ഒരിടത്തോ വീട്ടിൽ നമുക്ക് എന്താ, അപ്പോഴെല്ലാം ദൈവത്തോട് ചോദിക്കും, എന്തിന് ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തെ അറിഞ്ഞിട്ട് പോലും എന്തോ ഒരു പ്രത്യാശയുണ്ട്. ദൈവം നമുക്ക് അന്നത്തെ ആദ്യത്തെ നാളിലെ ഒരു വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എന്നാൽ ഒരു പ്രത്യാശയുണ്ട്, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകും, ദൈവം നന്മയ്ക്ക് ചെയ്യും എന്നുള്ളൊരു രീതി. അങ്ങനെ ഇരിക്കുമ്പോ 2007 കഴിയാറായപ്പോഴാണ് എനിക്കൊരു വാതില് ദൈവം തുറന്നു തന്നു. എനിക്കൊരു എന്ന് പറഞ്ഞാല് ഒരു സഹോദരി തന്നെ, നമ്മുടെ ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ പുള്ളിക്കാരി പോകുന്ന ചർച്ചിലോട്ട് പോകാനായിട്ട്, അത് വേറൊന്നുമില്ല, അവരങ്ങനെ പറഞ്ഞില്ല. ആദ്യം ചർച്ചിൽ പോകുന്ന കാര്യം പറഞ്ഞില്ല. ഈ ചർച്ചിലെ മെമ്പറിന് ഒരു വീട്ടില് പിന്നെ അവർക്ക് ചെറിയ ഒരു കുക്കിങ്ങിന്റെ ഒരാളെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, ചർച്ചിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അപ്പൊ ഒരു കണ്ടീഷൻ വെച്ചു, വെള്ളിയാഴ്ച എന്നെ ചർച്ചിൽ കൊണ്ടുപോകാന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ചർച്ചിൽ അവിടെ പോകണം. അതിനു വേണ്ടി ഞാൻ അവിടെ പോകും, കുക്കിങ്ങിന് പോകും. അപ്പൊ ആദ്യമൊക്കെ കാലഘട്ടത്തിലൊക്കെ ഇവർ വിചാരിച്ച് ഇതൊക്കെ കുറച്ചു കാലം കഴിവും പോകുന്നു. പക്ഷെ അതല്ല എന്റെ ആഗ്രഹം. 2 വർഷം ഈ 2 വർഷത്തിൽ പോയി പാസ്റ്റേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഞങ്ങളുടെ മാനേജർ എന്നെ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ലെന്ന്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയി. അതെന്ന് പറഞ്ഞാല് ഈ ഓരോരുത്തർക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടൊക്കെ ഇവര് ഉപയോഗിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി, ഒരിടത്തും ആർക്കും പോകാൻ പറ്റൂല എന്നുള്ളത്. അപ്പം ഒരു ദിവസം എന്റെ മാനേജർ ഇറങ്ങി വരുമ്പോഴത്തേക്ക്, വെള്ളിയാഴ്ച അവരുടെ പള്ളിയിൽ പോകാൻ ഇറങ്ങി വരുന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു പാസ്റ്ററെ. കാര്യം ചർച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ദിവസമാണ് ഞാൻ ഈ വരുന്നത്. പോകാനായിട്ട് ഇറങ്ങി വരുന്നതും ഈ മാനേജർ ഇറങ്ങി വരുവാണ്. തുറന്നു തരണമെങ്കിൽ ഹാരിസ് മീൻസ് എന്ന് പറഞ്ഞാല് വാച്ച്മാൻ ഉണ്ട്. ആ പുള്ളിക്കാരൻ നമുക്ക് ഓപ്പൺ ചെയ്താലേ നമുക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഈ പുള്ളിക്കാരൻ ഓപ്പൺ ചെയ്ത് പുറത്തു പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷെ മാനേജർ കണ്ടു, എങ്ങനെ പുറത്തു പോകും, നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. എന്നെ വെയിറ്റ് ചെയ്ത് എന്നെ വിളിക്കാൻ വേണ്ടി കാറ് പുറത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ വിങ്ങൽ, എന്താ പോകാനും പറ്റില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, നീ എവിടെ പോവാ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രേയറോ? അതെന്ത് പ്രേയർ? പോകാനൊന്നും പറ്റില്ല, നിനക്കറിഞ്ഞ ഇവിടെ അലൗഡ് ഇല്ലെന്ന്, അകത്തോട്ട് പോ. അയ്യോ, ഞാൻ പറഞ്ഞ സാറേ എന്നെ ഒന്ന് വിട് സാറേ, ഞാൻ പുറത്ത് അങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ഡോറുണ്ട്, 2 ഡോറും പൂട്ടി എന്നെ അകത്തിട്ട് കളഞ്ഞു. എനിക്ക് പോകാൻ പറ്റില്ല. അയ്യോ, എനിക്ക് വല്ലാത്ത വിഷമമായി. ഇപ്പൊ കാര്യം 2ാമത്തെ പ്രാവശ്യം പോകുന്നതാ. ആദ്യം ഒരിക്കൽ ചർച്ചിൽ പോയി 2ാമത്തെ ദിവസം, 2ാമത്തെ ആഴ്ചയിൽ ഇത് സംഭവിക്കുന്നത്. എന്റെ ഞാൻ ആകെ വിഷമിച്ച പാസ്റ്റർ.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാന് കുറെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ റൂമിലൊക്കെ പോയെങ്കിലും ഭയങ്കരമായിട്ട് വിഷമമായി. ഈ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് എന്നെ വിളിപ്പിച്ചു. ആര്? ഞങ്ങളുടെ മാനേജര് വിളിച്ചു, തിരിച്ചു വന്നു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അടുത്തത് ആഴ്ച തൊട്ട് നീ പ്രേയറിന് പോക്കോ. കാര്യം പുള്ളിക്കാരുടെ ചില വിഷയങ്ങൾ ഉണ്ടായി. എന്നെ വന്ന് വിളിച്ചിട്ട് അവിടുത്തെ വാച്ച്മാനെ വിട്ട് വിളിപ്പിച്ചിട്ട് അവരുടെ ഫാമിലിയിൽ അവിടെ തന്നെ താമസിക്കണേന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് നീ പ്രേയറിന് പോക്കും. ആ ഒരു അവരെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം തോന്നി. ഒരു 3-ാമത്തെ മാസമായപ്പോ ഈ മാനേജർ അവിടെ നിന്ന് മാറിയിട്ട് പുതിയ മാനേജർ വന്നു. പുതിയ മാനേജറിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എവിടെ പൊക്കോ, പക്ഷെ ഡ്യൂട്ടിക്ക് ഹാജരാവണം. നമുക്ക് വേറൊരിടം പോണ്ട, പക്ഷെ ഡ്യൂട്ടി ടൈമിന് പുറത്തു പോകണം, ഡ്യൂട്ടി ടൈമിന് അകത്ത് വരണം, വരുമ്പോഴത്തേക്ക് വരണം. അല്ലാത്ത സമയത്തൊന്നും തുറന്നു തരൂലെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ പാസ്റ്റർ അതിലൊരു വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ 6:30 മണിക്ക് നമ്മൾ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് 9 മണിക്കാണ് ഞങ്ങളുടെ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ 9:30 മണി 9:20 വരെ 10 മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന്. അവിടെ നിൽക്കും, ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കും. 6:30 മണിക്ക് അവിടെ ചെന്നിട്ട് അവിടെ തന്നെ നിൽക്കും. അവിടെ നിന്ന് പിന്നെ പിക്ക് ചെയ്തിട്ട് അവര് ആരെങ്കിലും ഫാമിലിക്കാർ വരും, ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് പിന്നെ ചർച്ചിൽ പോയിട്ട് തിരിച്ചു ഇവിടെ ഇറക്കും ഈ ഹോസ്പിറ്റല്. അവിടെ 4 മണി വരെ അവിടെ നിൽക്കും. റൂമിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് പോയി. ഒരു ഡ്യൂട്ടിയുടെ ടൈം അത്രയും ഈ സമയത്ത്. എന്നാലും ആ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു പാസ്റ്റർ. ഒന്നും അറിയില്ല, ഒന്നും എന്താ പറയണ, കിട്ടിയത് മാത്രമല്ല നമുക്ക് വേറൊരു ചർച്ചിൽ പോകാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിട്ടില്ല. ഒരു ചർച്ചെന്ന് പോകുന്നത് എനിക്ക് മാതൃ ചർച്ച് പറയുന്നത് ഞാൻ ജിദ്ദയിൽ പോയപ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. അത് അങ്ങനെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജോലി കൊണ്ട് ശാരീരികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. എന്നാലും അതൊന്നും വകവയ്ക്കാതെ മുമ്പോട്ട് പോയി. കിട്ടുന്ന ചെറിയ സാലറിയാണ്. മോൻ കോളേജിലായി, അവൻ +2 കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ BSc പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് പൈസ വേണം. അപ്പൊ നമുക്ക് ഇത് കൂടിയേ തീരുള്ളൂ, കുറച്ച് പൈസ വേണം. ആ ഒരു അവസ്ഥയിൽ പിന്നെയാണ് കഥകളെല്ലാം മാറിയുന്ന പാസ്റ്റർ. പഠിപ്പിച്ചു. അവൻ BCA പഠിക്കാൻ കുറച്ച് ലോൺ എടുത്തു. പിന്നെ ഈ കുക്ക് ചെയ്യാൻ പോകുന്ന വീട്ടില് അവിടെ നിന്നും കുറച്ച് കാശ് കിട്ടും. എന്റെ സാലറി എല്ലാം കൂടെ ഇട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടി. പ്രൊമോഷൻ എന്ന് പറഞ്ഞ പാസ്റ്റർ അത് ദൈവത്തിന്റെ, നമുക്ക് സാലറി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഈ മാൻ പവർ കമ്പനിയുടെ അത്രയൊന്നും കൂട്ടിത്തരുന്നില്ല. അപ്പൊ അന്നൊരു ദൈവദാസൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് പറഞ്ഞ്, ദൈവദാസൻ സഹോദരി നിനക്ക് ദൈവം ഒരു നന്മ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതൊക്കെ എന്താ പറഞ്ഞ അത് ഒത്തിരി ഉണ്ട് പാസ്റ്റർ. അതൊക്കെ പറയണമെങ്കിൽ ദൈവം അങ്ങനെ തന്നെ ചെയ്തു. അത് അതിശയകരമായിട്ട് എനിക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ മുമ്പില് ഈ ഫിലിപ്പീൻസ് ഒക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവര് കൺസെപ്റ്റ് ചെയ്യില്ല. അവരുടെ കാര്യം മാത്രം അവരുടെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അവിടെ ഉള്ളു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. ഒരു ദിവസം പെട്ടെന്ന് എന്റെ മാനേജർ വിളിച്ച് എന്നോട് പറയണ്, നിന്നെ പ്രൊമോട്ട് ചെയ്യണ സൂപ്പർവൈസറായിട്ട് നീ കയറാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു വീട്ടിൽ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കുക്കിംഗ് ചെയ്യാൻ പോകുന്ന ഒരു ബ്രദറിന്റെ അവരുടെ വീട്ടില് വെച്ചാണ് എനിക്ക് ദൂത് തരുന്നത്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് എന്തുണ്ടെങ്കിലും ഈ പുള്ളി പിന്നെ ബ്രദറിനെ വിളിക്കും, അല്ലെങ്കിൽ ബ്രദറിന്റെ വൈഫിനെ വിളിക്കും, ഇങ്ങനെയെന്ന് പറയും. അപ്പം ബ്രദറിനെയാണ് ആദ്യം ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ബ്രദറെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന്, അതുപോലെ എനിക്ക് ചേർത്ത ഒരു കുടുംബമാണ് ഈ ഒരു കുടുംബം. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാല് ഒരു വിഷ്ടം, അതിനുള്ള സകലം വിഷ്ടം തരും. അത് വിശ്വസിക്കുക, വേണ്ട നോ പറയല്. ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റൂല, അവരെല്ലാം നല്ല സ്റ്റാൻഡേർഡ്, ഞാൻ അത്രയും ക്വാളിഫൈഡ് അല്ല, അവരൊക്കെ അങ്ങനെ ഇങ്ങനെ. നോ, ദൈവത്തെ അവിശ്വസിക്കല്ലെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രി ഞാന് കണ്ടു കിടക്കുകയാണ്, വരുവാണ്. ഞാന് ചർച്ചിൽ പോയി. അന്നത്തെ മെസ്സേജ് മൊത്തവും എനിക്കായിരുന്നു. അന്ന് നമ്മുടെ ദേവദാസന്മാരല്ലേ അപ്പൊ ആയിരുന്നു. എന്നപ്പോൾ അത് ഏറ്റെടുത്ത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ കിടക്കുവാണ് രാത്രി.
കിടത്ത് ദൈവത്തോട് പറഞ്ഞ, കർത്താവെ ഇത് ദൈവത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം, ഇത് ശത്രുവും കൊണ്ടുവരാം, എനിക്ക് വേണ്ട കർത്താവ്, എന്റെ ക്വാളിഫിക്കേഷൻ ഇതാ, ഞാൻ ഒന്നുമല്ല. അപ്പം ഞാൻ രാത്രി ഒരു ദർശനം കാണുന്നുണ്ട്. ഞാൻ ഒരു യൂണിഫോമത്തിൽ ടൈ കെട്ടി എന്നെ ഏൽപ്പിക്കുന്നതായിട്ട് ഞാൻ ഒരു ദർശനം കണ്ടു. അപ്പൊ കിടക്കുമായിരുന്നു, മയങ്ങുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് ദൈവത്തിൽ നിന്നാണ്. പിറ്റേന്ന് ഞാൻ പറഞ്ഞു, യെസ് പറഞ്ഞു. എന്നെ ആ സമയത്ത് ആ യൂണിഫോം അല്ല, അതാണ് അതിന്റെ ഇത്. ആ സമയത്ത് വേറൊരു യൂണിഫോം ആയിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞ് അടുത്ത കോൺട്രാക്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഏത് കളറാണോ യൂണിഫോം എന്നെ ദൈവം കാണിച്ചത്, ആ കളർ എനിക്ക് അത് വന്നു. അപ്പം ഞാൻ മാറുന്നത് വരെ, ഞാൻ തിരിച്ച് നാട്ടിൽ 25 വർഷം, ഞാൻ അവിടെ 17 വർഷം ജോലി ചെയ്ത്, അത് അതേ സെയിം യൂണിഫോം ആയിരുന്നു, മാറിയിട്ടില്ല. ആ ടൈയും കെട്ടി ആകാശത്തിൽ 2 കൈ നീട്ടി എന്റെ ഇങ്ങനെ തരുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ മാനേജറുടെ അടുത്ത് പോയി പറഞ്ഞു, സാറേ ഞാൻ ഇതിന് എഗ്രീഡ് ആണ്. സത്യമാണോ? സത്യം. പക്ഷെ അതിന്ന് വലിയ എനിക്ക് 3 മാസത്തെ ട്രെയിനിങ് തന്നു, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇതിലൊക്കെ ദൈവത്തിന്റെ അത്ഭുതക്കാരം അവരെ എന്നെ അവിടെ വഴി നടത്തിയെന്നാണ്. കാര്യം എനിക്കൊന്നും അറിഞ്ഞൂടും, ദൈവത്തിന് മാത്രമേ അറിയാവൂ. എനിക്കൊന്നും അറിയില്ല സത്യത്തില്, അവിടുത്തെ കാര്യങ്ങളും ഒരു കാര്യം അറിയില്ല. എല്ലാം എന്നെ ഇങ്ങനെ ദൈവം നോക്കി പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് സംശയം ചോദിക്കാൻ തന്നെ ആരുമില്ല. കാര്യം അവര് നമ്മളെ കളിയാക്കും. നമ്മുടെ വിദ്യാഭ്യാസം ഇല്ലെന്ന് അവർക്ക് അവര് ഭയങ്കരമായിട്ട് കളിയാക്കും. ഫിലിപ്പീൻസ് അവരത്രയും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പിള്ളേരുമാണ്. നല്ല പിന്നെ ചെറിയ ജോലിക്ക് കാരണം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്. അവർ സാലറി അല്ല നോക്കുന്നത്, അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ നോക്കുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് കേൾക്കാനോ ഒരു ഡൗട്ട് ചോദിക്കാൻ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വിളിക്കും. ജോസഫ് ബ്രദറിനെ എന്ന് പറഞ്ഞ ആ ബ്രദറിനെ വിളിക്കും. ഭാര്യ ജൂലി സിസ്റ്ററിനെ, പുള്ളിക്കാരിയെ വിളിക്കും. ഇന്നതൊരു ഡൗട്ട് പറഞ്ഞു തരാമോ, ഇതെന്താ, അങ്ങനെ ചോദിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകണം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത്. 2010 ഞാൻ തിരിച്ചു നാട്ടിൽ വന്നു. ഡിസംബർ മാസത്തില് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് അവിടെ കണ്ട ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അവിടെ കണ്ട പരിചയമുള്ള ഒരു ദൈവദാസൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവദാസന്റെ വീട്ടിൽ, അപ്പൊ എപ്പോഴായാലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ എന്റെ വീട്ടിൽ വരുമോ എന്നിങ്ങനെ ചോദിച്ചു. ആ ഒരു പരിചയം വെച്ച് ഞാനും എന്റെ മോനും കൂടെ ആ ദൈവദാസനെ കാണാൻ പോയി. ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിക്കണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ആ ദൈവദാസന്റെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അന്ന് കേട്ടൊരു ദൂതാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് കളഞ്ഞു പാസ്റ്റർ. ഞങ്ങൾ ജീവിതം മാറ്റിമറിച്ചെന്ന് പറഞ്ഞാൽ അന്ന് കേട്ട ദൂതെന്ന് പറഞ്ഞാല്, നിന്നെ ചില പരീക്ഷണങ്ങളിൽ കൂടെ ദൈവം കടത്തിവിടാൻ പോകുന്നു ഒരു അതിൽ കൂടി നിന്നെ വാർത്തെടുത്ത് ദൈവത്തിന് കൊള്ളാവുന്ന വാക്കും. പക്ഷെ നീ മാറിപ്പോകല്ല്. നിനക്ക് നിന്നെ ദൈവമാണ് ഇതിൽ കൂടി കടത്തിവിടണമെന്നുള്ളൊരു ചിന്ത മാത്രമേ നിന്റെ മനസ്സിൽ പാടുള്ളൂ, വേറെ ഒന്നും പാടില്ല. നീ പിന്മാറിപ്പോയാൽ അത് ദൈവത്തിന് ഹിതമില്ലാത്ത നീ പ്രവൃത്തി ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടതാണ്. ഞാൻ വിചാരിച്ച് നിസ്സാരമായിട്ട് എന്തെങ്കിലും വരുമെന്ന് പാസ്റ്റേ, അത്രേ ഞാൻ ചിന്തിച്ചോളൂ. പക്ഷെ ജീവിതത്തിൽ ആ 2012 മാസമാണ് ഞങ്ങള് ഈ ദൂത് കേൾക്കണം. 2011 4 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അത് പെട്ടെന്നൊരു തല കറക്കം പോലെ, തല കറങ്ങില്ല. ഞാനപ്പം ഇവിടെ അല്ല, നാട്ടിലല്ല, ഞാനൊരു ചെറിയൊരു വീട് ചർച്ചിന്റെ, അപ്പൊ ഇവർ ചർച്ചിൽ പോകുന്നുണ്ടോ, ചർച്ചിന്റെ അടുത്ത് വാടകയ്ക്ക് എടുത്ത് ഇവിടെ ആക്കി. അപ്പം അവിടെ ഇരിക്കുന്ന അവനും അങ്ങനെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫിക്സ് പോലെ വന്നു. അപ്പം അടുത്തൊരു കൊച്ചുണ്ടായിരുന്നു. ഫിക്സ് പോലെ വന്നെന്ന് പറഞ്ഞാൽ തല കറങ്ങി താഴെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വന്നു. പക്ഷെ അപ്പോഴൊക്കെ ചിന്തിച്ചു, കാര്യമായിട്ടൊന്നുമില്ല. ദൈവസന്നിധി നിൽക്കുന്ന ഒരു പൈതലാണ്. അപ്പം അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഇവന്റെ അടുത്ത് പറഞ്ഞു, +2 കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ദൈവവേല ചെയ്യണം, ഞാൻ ബൈബിൾ കോളേജിൽ പോകണം. ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് സന്തോഷമുള്ളൂ, ഒരു വിധമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് 10 വയസ്സ് നമുക്ക് തരണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നീ ആദ്യം പഠിക്കും. എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട്, കാര്യം പഠിക്കട്ടെ, നീ പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ കട്ടിട്ട് പിന്നെ ചെയ്യാം. പക്ഷെ ഇവൻ പഠിച്ചു, ഡിഗ്രി പഠിച്ചു, അവന് BCA പഠിച്ചു, എല്ലാം കഴിഞ്ഞു നാട്ടിൽ വന്നു. അവന് ഒരു ജോലിക്കൊക്കെ പോകണം എന്നുള്ളൊക്കെ തയ്യാറെടുപ്പിലായിരുന്നു ഇരുന്നത്. ആ സമയത്തായിരുന്നു ഈ ഒരു അസുഖം വരുന്നത്. ഞാൻ ആകെ തകർന്നു പോയി പാസ്റ്റേ. തകർന്നു പോയെന്ന് പറഞ്ഞാല് അടിക്കടി. അപ്പം നിന്നയും പരിഹാസവും. ഇനി
കേൾക്കാനൊന്നുമില്ല ഫാസ്റ്റ്. അതുവരെയും അനുഭവിച്ച സന്തോഷം എല്ലാം ജീവിതത്തിന് പോയി. ജീവിതത്തിന് പോയെന്ന് പറഞ്ഞ പിന്നെ വേദനയും കൂടെ അവസ്ഥയായിരുന്നു. ഞാനിവിടെ അവൻ അനുഭവിക്കുന്നതിനെക്കാട്ടി എന്റെ സഹോദരി കുടുംബം അനുഭവിക്കുന്നുണ്ട്, അതിനപ്പുറം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതിനപ്പുറം അവൻ അനുഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്യണത്, എങ്ങനെ മാറ്റും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടെ ആരെടുത്ത് പറയും, ആരെടുത്തും മറ്റുള്ളവർ ദൈവത്തെ വിട്ട് നിങ്ങളുടെ ദൈവത്തെ വിട്ട് നീ ഇത്ര ഇതായിരുന്നില്ല അതുകൊണ്ട് ഓടിപ്പോയതുണ്ട്, ഇതൊക്കെ കേൾക്കാനും പറയാൻ ആരോടൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഹൃദയം പൊട്ടുമാറുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ജീവിതത്തില് അന്ന് വരെയും ഒരു ഭർത്താവ് ഇല്ലാതെ ഇത്രയും കാലം ജീവിച്ചു. എന്നാൽ പോലും ആ ഒരു അവസ്ഥയിലൊക്കെ തരണം ചെയ്ത ഞാന്, എനിക്ക് ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ, മനസ്സിലാവുണ്ടോ? പക്ഷെ ആ സമയത്തൊക്കെ ദൈവം നമുക്കൊരു ആശ്രയം തരുന്നത് കൊണ്ട് മാത്രമാണ് നിൽക്കാൻ ഒരു ശക്തി ഉള്ളത്. മനസ്സിലാവുണ്ടോ? ഒരു ശക്തി എന്ന് പറയാനായിട്ട് ദൈവം ഓരോ വചനം തരും. നമ്മൾ ഇത്രയും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ. അതുകൊണ്ട് മാത്രമാണ് നിൽക്കാൻ ഒരു കൃപ തന്നത്. അത്രയും അത്രയും പ്രശ്നമാണ്. കാര്യം നാളെ എന്ത് സംഭവിക്കും എന്നും നമുക്കറിയില്ല. കാര്യം വണ്ടി എടുത്തോണ്ട് പോയി ഒരു ആക്സിഡന്റ് സംഭവിക്കുക, എന്ത് സംഭവിക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാൻ, ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെങ്കിലും പിന്നെ ആരോടൊന്നും എങ്ങനെ എന്ത് ചെയ്യും, എനിക്ക് ആരോടും എന്താ ഇതിനൊരു പ്രതിവിധി എന്താന്ന് ചോദിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുന്നവരടുത്ത് പറയാം പ്രാർത്ഥിക്കണേന്ന്, അതിലുപരി എന്ത് ചെയ്യും, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യും, ഇത് എങ്ങനെയൊന്ന് മാറിക്കിട്ടും, ഇത് മാറൂല, ഇത് 100 അഭിപ്രായം നാട്ടീന്ന്, അഭിപ്രായം അവിടെ, അത് അറിയാൻ പറ്റാത്തൊരവസ്ഥ പാസ്റ്ററെ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ 2011 ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേദനകളുടെ അവസാനത്തെ ഒരു ഇതാണ് പറയാനായിട്ട്. ആ കണ്ടിന്യൂ ആയി 2015 2013 ആയപ്പോ വലിയൊരു ആക്സിഡന്റ് ആയി. കാര്യം മരിച്ചു എന്നുള്ള ഒരു തരം കാര്യം, വേറെ ഒന്നുമില്ല. ഞാനിത് കണ്ടു കിടക്കുവാണ് പാസ്റ്ററെ. എനിക്ക് ഇവൻ ഈ അസുഖം വരുമ്പം എനിക്ക് അറിയാൻ പറ്റും, എനിക്ക് അതികഠിനമായ ഒരു വേദന എന്റെ നെഞ്ചിന് വരും. ഇത് ഇത് ഈ വേദന വരുമ്പോ എനിക്കറിയാം എന്റെ മകൻ എന്തോ സംഭവിക്കണം. ഇത് സംഭവിക്കുന്നതും ഞാനിത് കഴിയുന്നതും ഞാൻ നിലവിളിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ. അത് കഴിയുമ്പോഴത്തെ മോന്റെ ഫോൺ കോൾ വരും. അപ്പൊ ഞാൻ പറയും, നിനക്ക് സുഖമില്ലാതായില്ലേ എന്ന്. അപ്പോഴ് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഇവന് അസുഖം വരുന്നത് അതാണ് എനിക്കറിയാന്ന്. പോയിരുന്ന് പ്രാർത്ഥിക്കും, കരയും, നിലവിളിക്കും. വേദന താങ്ങാൻ പറ്റാത്ത അവസരത്തില് പാസ്റ്റർ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂളില് പിന്നെ പിന്നെ മോട്ടർ വെച്ചിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള് 2ാമത്തെ ഫ്ലോറിലാണ്, ഇതിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. ഇവിടോട്ട് അങ്ങോട്ട് ഓടി അങ്ങ്, കാരണം ഈ മോട്ടർ ഓണാകുമ്പോ അതിഭയങ്കരമായ ശബ്ദമാണ്. അപ്പൊ ഈ മോട്ടറിന്റെ ശബ്ദം കൊണ്ട് നമ്മളെ നിലവിളി പുറത്ത് കേൾക്കൂല. അവിടെ നിന്ന് ഒച്ചത്തിന് നിലവിളിക്കും. എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് നിലവിളിക്കും. ദൈവത്തോട് ഞാൻ നിലവിളിക്കും. പിന്നെ എന്റെ ശബ്ദം പുറത്ത് കേൾക്കൂലല്ലോ, എങ്ങനെ വേണം വിളിക്കുമല്ലോ. അല്ലറി ഞാൻ വിളിക്കും എന്റെ മനസ്സിന്റെ വേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. എത്രയോ ദിവസങ്ങളിൽ നിന്നറിയാമോ. പക്ഷെ അതിലൊക്കെ എന്റെ ദൈവം ഓരോ വചനം അയച്ച്, ഓരോ പിന്നെ എന്താ പറഞ്ഞ ആശ്വസിപ്പിക്കാൻ ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ദർശനം ഞാൻ കാണുവാണ്. ദർശനം കാണുമെന്ന് പറഞ്ഞാല് ഈ 2 സൈഡിലും വെള്ളം, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ സഭ മൊത്തം ഒരിടത്ത് നിന്ന് ആരാധിക്കുന്നുണ്ട്. ആ ആരാധനയുടെ മധ്യത്തില് പിന്നെ നിൽക്കുന്ന സമയത്ത് ഈ ആകാശം വെള്ളം, ഈ സുനാമി പോലെ വെള്ളം എന്റെ അടുത്ത് വന്ന് കല്ലായി പോകുന്ന ഒരു അവസ്ഥ ഞാൻ ദർശനം കണ്ടതാ. അപ്പൊ ഞാൻ അറിയുന്ന ഒരു ദേവദാസിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കണ്ടേന്നോ? പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് ഒരു പ്രശ്നം വരും, നിന്നെ മൂടിക്കളയത്തക്ക ഒരു പ്രശ്നം വരും, പക്ഷെ അത് നിന്നെ ഓവർകം ചെയ്ത് പോവില്ല. അത് നീ അതിനെ ഓവർകം ചെയ്യും. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് എന്റെ മോന്റെ ആക്സിഡന്റ് വരുന്നത്. അതില് തല പിന്നെ ഈ ഹെൽമെറ്റൊക്കെ തകിട് പൊടിയായിപ്പോയി. അത്രമാത്രം ഒരു ട്രാൻസ്ഫോമറിൽ ഇടിക്കേണ്ടത് ഒരു തൊട്ടടുത്ത ഒരു പിന്നെ അടിച്ചു, പോസ്റ്റ് തൂണിൽ അടിച്ചു, തെറിച്ചു വീണ് ചേച്ചിയുടെ നമ്പർ കൊടുത്തു. അത് തന്നെ ഓർമ്മ, അതല്ലാതെ അവന് ഓർമ്മയില്ല. എത്രയോ 2 ദിവസം കഴിഞ്ഞാണ് ഓർമ്മ വീണത്. അപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഈ അടിക്കടി ഇതിന്റെ കൂടെ അസുഖം വരുന്നുണ്ട്.
അതുകൊണ്ട് ഈ എന്താ പറയുക, അവൻ എന്ത് ചെയ്യണമെന്നോ അവൻ ചെയ്യുന്നതൊന്നും അവന് ഓർമ്മയില്ലാതെ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ള ചിന്തിച്ച അവസരത്തില് അവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ദൈവ സുവിശേഷ വേലയുമായിട്ട് മുമ്പോട്ട് പോകാം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ 2000 ആ ഒരു കഷ്ടത്തിൽ കൂടെ തന്നെ പാസ്റ്ററെ, അതിനെന്റെ നടുവിലും ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുന്നത് മാത്രം നിലനിന്നേ ഉള്ളൂ. പക്ഷെ ദൈവവചനം പറയുന്നുണ്ട്, സങ്കീർത്തനകാരൻ 119:71, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ എന്നെ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് എന്താ പറയണേ ഗുണകരമായെന്ന്, അല്ലേ? അത് എനിക്ക് വളരെ ഒരു സന്തോഷമാണ്. ആ കഷ്ടതയുടെ നടുവില് ആയതുകൊണ്ടും ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതലും തലോടലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ ഇടയായതുകൊണ്ട് എത്ര പ്രതികൂലം വന്നാലും പിടിച്ചു നിൽക്കാൻ ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായാലും തനിയെ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഞാന് ദൈവം എനിക്ക് എപ്പോഴും ദൈവത്തോട് ചോദിക്കണം, എന്തിനാ കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത്ര ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ഞാൻ എന്താ ചെയ്ത? എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മോനേ ഉള്ളു. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോ എല്ലാവരുടെ നിന്ദയും പരിഹാസവും ഒക്കെ ഏക്കുമല്ലേ, എന്താ ചെയ്യണം? അപ്പൊ എനിക്കൊരു വചനം, ഞാൻ പണ്ട് വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ഏതോ ഒരു ദൈവദാസം പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ കേട്ടതായിരിക്കണം. ഹന്നയുടെ പ്രാർത്ഥന അണ്ടർലൈൻ ചെയ്ത് ഞാൻ അതിന്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന, എനിക്കൊരു പുരുഷ പ്രജ ജനിച്ചാൽ അത് നിനക്കുള്ളത് ഹന്നയുടെ പ്രാർത്ഥനയാണ്. ആ ഹന്നയുടെ പ്രാർത്ഥനയുടെ അടിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന എന്റെ മകൻ യഹോവയ്ക്കുള്ളത്. മനസ്സിലായി? ഇത് എപ്പോഴും എന്നെ ദൈവം കാണിക്കുമായിരുന്നു. ഞാൻ മറന്നുപോയ കാര്യമാണ്. ദൈവം എന്നെ കാണിക്കും. ഞാൻ അണ്ടർലൈൻ ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നത് കാണുമായിരുന്നു. അപ്പം ഞാൻ അത് കൊടുത്തു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റേതല്ല, എന്റെ കർത്താവിനുള്ളത് എന്റെ മകൻ അങ്ങ് എന്റെ കരുത്തിൽ വളർത്താൻ തന്നു. ഞാൻ ഇത്രത്തോളം ആക്കി, അത്രേ ഉള്ളൂ. എന്റെ കർത്താവിനുള്ളത് തന്നെയാണ്. ദൈവം നടത്തും. പക്ഷെ അവന് ദൈവമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ദൈവം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ചർച്ച് കെട്ടാനായാലും പള്ളി പണിക്ക് എല്ലാത്തിനും അവൻ നിൽക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ആക്റ്റീവായിട്ടുള്ള ഒരാളുമാണ്. പക്ഷെ എന്താ പറയണേ, ഇങ്ങനെ ഒരു അവസ്ഥയാക്കും പാസ്റ്റേ എല്ലാരും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാരും തള്ളിപ്പറയുന്ന, ആർക്കും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതിന്റെ ഒരു വേദന, അവന് കടന്നുപോയ വേദന, ദൈവം ഒരു കൃപ കൊടുത്തോണ്ട് മാത്രം നിലനിന്നെന്ന് പറയാനേ ഉള്ളൂ. മനസ്സിലായില്ല? അല്ലാതെ ഒന്നും പറയാനില്ല പാസ്റ്റർ. ആ നമ്മള് ഒന്ന് യോഹന്നാൻ 4:10 പറയണ, നമ്മള് തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്, അല്ലേ? കർത്താവാണ് നമ്മളെ അതുകൊണ്ട് നമ്മളെ തള്ളിക്കളയുക. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടതുകൊണ്ട് മാത്രമാണ് ദൈവം നമ്മൾ ഈ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഞാന് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച്, ഞാൻ ഒന്നുമില്ലാതെ എന്തൊക്കെയോ ചെയ്യാം എന്നും പറഞ്ഞ് സൗദി അറേബ്യയുടെ ഭാഗത്ത് വന്ന് ഞാന് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അകത്തുകൂടെ ഞാൻ ഇങ്ങനെ നടക്കുന്ന ഒരു അവസരമുണ്ട് പാസ്റ്റർ. നടക്കുമ്പോൾ ഇങ്ങനെ ഹൃദയത്തിന് വിങ്ങുവാണ്, വേദന കൊണ്ട്. ഇതൊക്കെ ചിന്തിച്ചിട്ട് ആരും ആശ്രയമില്ല, ഒരാളെ സഹായിക്കാനില്ല, യാതൊരു ഇതുമില്ല, ഇവന് നഷ്ടപ്പെടാനൊന്നുമില്ല. അവന്റെ അവസ്ഥ തനിയായിരിക്കും. അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ദൈവത്തോട് ഞാൻ പറയണ, ദൈവമേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. ഞാന് സീറോയാ. പക്ഷെ സീറോയിൽ നിന്ന് ഞാൻ വന്നു, ഞാൻ ഇന്നും സീറോയാ. അപ്പൊ ഇങ്ങനെ അവിടെ ആരുമില്ല, വിജനമായിട്ട് കിടന്നൊരു ഫ്ലോറാ. അത് കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേൾക്കുക, നീ സീറോ എന്ന് ചിന്തിക്കുന്നുണ്ട്, സീറോ എന്നും ദൈവത്തിന്റെ പ്രവൃത്തി കാണും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, ആരാ എന്നോട് സംസാരിച്ചെന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി പോലും അവിടെ ഇല്ല പാസ്റ്റർ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോട് സംസാരിച്ചത് ആരാണ്. ഈ സംസാരം ഞാൻ കേട്ടിട്ട് ഞാൻ അങ്ങ് പോയി. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആര് ഒരു ദേവദാസൻ വന്നാലും അവരെന്നെ വിളിക്കുക, അവർക്കറിയാം എന്റെ ആഗ്രഹം. ആ ഒരു അന്ന് വരുമ്പം പറയണം, എൻ്റെ അടുത്ത് പറയണേ, രാജി, ഒരു ദേവദാസൻ വരുന്നുണ്ട്, നീ വരണം, വൈകിട്ട് പ്രാർത്ഥിക്കാൻ വരണം. അപ്പം ശരി. അവിടെ ചെല്ലുമ്പോ ഒരു വയസ്സായ ദേവദാസൻ. അപ്പം ആ പാസ്റ്റർ വിളിച്ചു പറയണം, നിനക്ക് എന്താ നീ എന്ത് സീറോ എന്ന് ചിന്തിക്കുന്നേ? ദൈവത്തിന് എനിക്ക് മാത്രം അറിയുന്നുള്ള കാര്യം. നീ സീറോ എന്ന് ചിന്തിക്കുന്ന എന്ത്? സീറോ എന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും, നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇങ്ങനെ വിളിച്ചു പറയണം. അപ്പൊ എനിക്ക് മനസ്സിലായി. പിറ്റുന്ന അതേ കാര്യം തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാന് ചർച്ചിൽ പോകുമ്പോൾ ഇതേ കാര്യം തന്നെ കേൾക്കുന്നു പാസ്റ്റർ. ഇത് തന്നെ വിശ്വസിച്ചു, വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോയ അവസരത്തിലും ദൈവം എന്നോട് ഒരു ഒരു പ്രശ്നത്തിന് മുമ്പേ എനിക്ക് വചനം തന്ന് എന്താ പറയണേ, പാട്ടുകൾ തന്ന് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പൊ ആശ്വസിപ്പിക്കുമ്പോ എനിക്കൊരു പ്രശ്നം വരുമ്പം എനിക്കത് നിസ്സാരമെന്ന് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഒരു ഭർത്താവില് നമ്മള് അത്രയും വിഷയത്തിൽ കൂടെ കടന്നു പോയിട്ട് അത്രയും വിഷയമുണ്ടല്ലോ. പക്ഷെ ഒരു കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് എന്തെങ്കിലും വരുമ്പോ അത് സഹിക്കുന്നതിന് അപ്പുറം നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു വിഷയത്തിൽ എന്റെ മനസ്സിന് കഠിനപ്പെടുത്താനല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ സമയത്ത് ഈ അച്ഛനും എന്റെ മുമ്പിലുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നതും ചർച്ചയിൽ പോകുന്നതും ആ ദൈവം അതുണ്ട് എന്റെ മുമ്പില്. പക്ഷെ 2015 പെട്ടെന്ന് ദൈവം പറഞ്ഞു. 2013 ഞാന് നാട്ടിൽ പോയി ഫാസ്റ്റിങ്ങോടൊക്കെ ഇരുന്നു. തിരിച്ചു 2015 പാസ്റ്റർ ഞാൻ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നു. ഒരുപാട് പരിഹാസം ഞാൻ കേട്ടു, ഒരുപാട് പരിഹാസം. അത് കാര്യം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ കണ്ണില് നമ്മള് എന്തോ ഗൾഫിൽ പോയി അവര് മറ്റുള്ളവരായിട്ട് എന്നെ കമ്പയർ ചെയ്യുവാണ്. നമ്മുടെ സാലറി എത്രയാണോ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നതോ, മുമ്പോട്ട് എന്താണോ, അവർക്കതൊന്നും ആർക്കും അറിയില്ല. നമുക്കും നമ്മൾ കാണുന്ന അവിടെ ആയിരിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ, നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. പക്ഷെ ആ ഇവർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നോട് ചോദിച്ചവരുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഗൾഫിൽ പോയത്? നിനക്ക് ഒന്നുമില്ല, ഒരു വീട് പോലും ഇല്ല, നിനക്കൊരു അഡ്രസ് ഇല്ല, നിനക്ക് ആരെന്തുണ്ട്, ഒന്നുമില്ല, നിന്റെ മകന് ഈ അസുഖമാണ്, ആര് നോക്കും? ഇതൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ ഒറ്റ വാക്കേ ഞാൻ പറയുള്ളൂ, എന്റെ കർത്താവ് അനാഥയും വിധവയും കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിച്ചത് എന്നോട് ഇന്ന് ദൈവം പറയുന്ന, കടത്തുണ്ണെ പോയി കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കും. പക്ഷെ അത് ദൈവം ചെയ്യൂലെന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട് എന്നൊരു ഇത് ഞാൻ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് പാസ്റ്ററെ, ദൈവം വിശ്വസ്തൻ. ഞാൻ ഇവിടെ നിന്ന് വെക്കേഷൻ വന്നിട്ട് ഞാൻ കടന്നുപോയി അവിടെ ചെന്നിട്ട് നാട്ടിൽ അനുഭവിച്ച വിഷമം ഞാൻ അവിടെ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഒരു സഹോദരി വിളിക്കാനിടയായി. ആ സഹോദരി എന്നോട് പറഞ്ഞതെന്നറിയാമോ, സിസ്റ്ററെ, ഞാനൊരു ഭവനം കാണുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയതായിട്ട് പണിയുന്ന ഒരു ഭവനം. സത്യം പറഞ്ഞ പാസ്റ്റർ, എൻ്റെ കയ്യില് ഒന്നുമില്ല, നീക്കിയിരിപ്പൊന്നുമില്ല, ഈ കാര്യങ്ങൾ മുന്നോട്ട് പോണെന്നേ ഉള്ളൂ. പക്ഷെ 2015 ആയപ്പോഴത്തേക്ക് ജനുവരി മാസം എൻ്റെ ദൈവം എനിക്കൊരു ഭവനം തന്നു. ഈ 2015 ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എന്നോട് ആൾക്കാർ ചോദിച്ചെന്തെന്നറിയാമോ, നിന്റെ മകന് ആര് പെണ്ണ് കൊടുക്കും? ഇതൊക്കെയാ ചോദിച്ച. എന്റെ കുഞ്ഞൻ നല്ലൊരു വിവാഹം കൊടുത്തു. ഞങ്ങൾ പോയതല്ല, അത് ദൈവം ഒരു ദർശനത്തിൽ കൂടെ തന്ന ഒരു കൊച്ച. മനസ്സിലാവുണ്ടോ? ആ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കൊച്ച്. ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ദൈവമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റില്ല, അപ്പനും അമ്മയും ഇല്ലാതെ വളർന്ന ഒരു കുഞ്ഞ്, അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ച്. പക്ഷെ അത് കണ്ണീര് കുടിക്കാൻ ഇടയാക്കല്. ആ ഒരു വിവാഹം വന്നപ്പോ എന്റെ ദൈവദാസന്മാരോട് ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവഹിതമില്ലെങ്കിൽ ഇത് നടക്കരുത്. കാര്യം എന്നറിയാമോ, എന്നെപ്പോലൊരു പെണ്ണ് കണ്ണുനീര് കുടിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പണോ സ്വത്തോ ഒന്നും വേണ്ട. പക്ഷെ എന്റെ മകനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും. ദൈവകൃപയാല് 2016 ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഭവനവും ദൈവം തന്നു. അതുപോലെ തന്നെ എനിക്കൊരു നല്ലൊരു മരുമകളെയും തന്നു, അവനെ സ്നേഹിക്കുന്ന ഒരു മകളെയും തന്നു. ഇപ്പൊ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ട് പേര് വളരെ അനുഗ്രഹിക്കപ്പെട്ട. ആ കല്യാണത്തിന് വന്ന ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ കല്യാണം നടത്താനാണ് വന്നെങ്കിലും എനിക്ക് ദൈവം തരുന്നത് ഇന്ന് വരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നയിക്കുന്നത് ദൂത് പറയാനാണ്. അങ്ങനെ കേട്ട ദൂതാണ് ഈ തലമുറയുടെ വിഷയങ്ങളും അത് എന്താ പറയണേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസം പറഞ്ഞ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട്. അത്രമാത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം ദൈവം ഞങ്ങൾക്ക് അനുഭവിക്കാനും ഒക്കെ ദൈവം കൃപ തന്നു. നിന്നെയും പരിഹാസവും ഒക്കെ ദൈവം മാറ്റി ഞങ്ങളെ അവിടെ നിലനിർത്തി.
മനസ്സിലായില്ലേ? പക്ഷെ അത് കഴിഞ്ഞ് 2017 ഞാൻ 16 കല്യാണം കഴിഞ്ഞ് ഞാൻ കടന്നുപോയി, തിരിച്ചു വന്നു. ഇപ്പം 2017 മൂത്ത കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചുപോയി. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ആ സമയമായപ്പോ പണ്ട് എൻ്റെ മകൻ ചെറുതിലെ കേട്ട വാഗ്ദത്തങ്ങള് കേൾക്കാൻ തുടങ്ങി. വാഗ്ദത്തങ്ങൾ കേട്ടു. അപ്പൊ വാഗ്ദത്തങ്ങൾ കേട്ടപ്പം ഈ അസുഖമൊക്കെ ആയപ്പോ പാസ്റ്റർ ഞങ്ങൾ ആ വാഗ്ദത്തങ്ങളൊക്കെ മറന്ന്, കാര്യം പറഞ്ഞ ഇതെങ്ങനെ നടക്കൂന്നുള്ളതായി. പക്ഷെ ഈ കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ട് പറയുന്നുണ്ട്, നിങ്ങളെ വാഗ്ദത്തം, ആ കേട്ട വാഗ്ദത്തം പിന്നെ ഈ ദൈവം പറയാൻ തുടങ്ങി, നിങ്ങൾ ഇവിടെ എത്തവരല്ല, നിങ്ങൾ ഇവിടുന്ന് പോകുന്നു. പലരും, ഞാൻ ഈ 2017 വന്ന് ഈ കുഞ്ഞിനെ കൈവച്ചിട്ട് ഞങ്ങൾ ഈ കേൾക്കുന്നെങ്കിലും ഞാൻ ആ സമയത്തൊക്കെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇതൊക്കെ നടക്കുമെങ്കിൽ ദൈവം എന്നെ കാണിക്കണം. കാര്യം ദൈവം പറയുന്നുണ്ട്, ദൈവ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, എങ്കിൽ പോലും നമ്മൾ സംശയിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ഞാൻ ഒരു ദർശനം ദൈവം തന്നെ എനിക്ക് കാണിച്ചു. അത് ആ കണ്ട രംഗം എന്ന് പറഞ്ഞാല് എൻ്റെ മൂത്ത കുഞ്ഞ്, ആ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ ദർശനം കാണുന്നത്, ഈ കുഞ്ഞിനൊരു 4-5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പ്രായത്തില് അവിടുത്തെ ഒരു സീനറി, അവിടുത്തെ ഒരു വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് വച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എന്തോന്ന് ചെയ്യാൻ പോണെന്ന്. ആ 2017 തൊട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2019 ഡിസംബർ ആയപ്പോഴത്തേക്ക് അതൊക്കെ വലിയ അത്ഭുതമായിട്ടൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല പാസ്റ്ററെ, ഒന്നുമില്ല കാര്യത്തില്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവര് രണ്ടുപേരും അതുപോലെ തന്നെ മുൻപോട്ട് കാൽ വയ്ക്കാൻ പറഞ്ഞു, മുമ്പോട്ട് വെച്ച് നീ ഇങ്ങനെ ചെയ്, അങ്ങനെ ചെയ്, ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഓരോ വഴിക്ക് പോകാനായിട്ട് പറഞ്ഞു കൊടുത്ത് അവരവിടെ എത്തപ്പെട്ടു. UK പാസ്റ്റർ ചെറിയ ഒരു കയ്യില് ചെറിയ കാശും കൊണ്ടാണ് അവിടെ എത്തിപ്പോയത്. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് വരെയും ദൈവം മുട്ടിക്കാതെ, ദൈവം ഒന്നിനും മുടക്കം വരാതെ, മുട്ടിക്കുന്നില്ല മുഴിപ്പിക്കില്ല എന്ന് പറയും പോലെ ഒന്നിനും കുറവില്ലാതെ ദൈവം അവരെ വഴി തുറക്കണം. കഷ്ടങ്ങളുണ്ട് പാസ്റ്ററെ, അനേക കഷ്ടങ്ങൾ കൂടി. അവന്റെ എൻ്റെ മകന്റെ മരുമകളുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും, അനേക കഷ്ടങ്ങൾ കൂടി കടന്നു, നിന്നയും പരിഹാസവും ഏറ്റ് നേർന്നു. എന്നാൽ ഒരു പ്രത്യാശ ദൈവത്തിലുള്ളത് കൊണ്ട് കുലുങ്ങിപ്പോയില്ല കർത്താവ്. എന്താ പറയണ, യഹോവയിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരിക്കലും നിന്ദിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിനും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും കർത്താവ് എന്താ പറയണ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ വചനം പോലെ തന്നെ ഒരു പിന്നെ ഒരാൾ പഠിക്കാനാണ് കടന്നു പോയത്, അതിനും കൂടുതൽ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും എല്ലാം പോയത്. പക്ഷെ പിന്നത്തിൽ ആ വിസ പുതുക്കാൻ കാശ് വേണ്ടേ പാസ്റ്റേ? ഒരു വിസയും എല്ലാ കാര്യങ്ങളുടെ 4 പേരുടെ വിസയും എല്ലാ കാര്യങ്ങളും കൂടെ പുതുക്കുന്നതിന് 18 ലക്ഷത്തോളം വേണം, അവരുടെ ഇൻഷുറൻസും എല്ലാം കൂടെ. പക്ഷെ 10 പൈസ കയ്യിലില്ല. 2022 ഡിസംബർ മാസം തീരുവാണ് വിസ. ഡിസംബർ മാസം 6 തീയതി തീരുവാണ് വിസ. തീർന്നാല് പൊക്കോണ്ട് അവിടുന്ന്. പക്ഷെ വിസ പുതുക്കാനോ, വിസയുണ്ട്, ഇവിടുന്ന് ഉണ്ടല്ലോ, ഇവിടുത്തെ പിന്നെ കോളേജിലെ വിസ ഉണ്ടല്ലോ കണ്ടിന്യൂ ചെയ്യാൻ 2 വർഷത്തേക്ക്. പക്ഷെ കാശില്ല. എന്ത് ചെയ്യും? ഈ എൻ്റെ ഒറ്റ വരുമാനത്തിലല്ലേ പാസ്റ്റർ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കൊരു 6 മാസം മുമ്പേ ഒരു ദൈവം ഒരു വചനം തന്നു. 2 രാജാക്കന്മാർ 7-ാമത്തെ അധ്യായത്തിന് ആദ്യത്തെ വാക്കുകൾ, നാളെ ഈ സമയത്ത് ഈ എന്റെ പടിവാതിൽക്കൽ 2 ശെക്കെൽ 70 യവവും ആ ഒരു വചനം തന്നു. ആ ഒരു വചനം 2 രാജാക്കന്മാർ 7-ാമത്തത് ആ വചനം തന്നു. അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ എന്താ പറയണേ, നമുക്ക് നാളെ ഈ സമയം അത്ഭുതം പ്രവർത്തിക്കും ദൈവം, നാളെ ഈ സമയം അത്ഭുതം പ്രവർത്തിക്കും. 6 മാസം കാത്തിരുന്നു. 6-ാമത്തെ ദിവസം രാത്രി, ഈ രാത്രി, ഈ ഒരു ദിവസം രാത്രി കടന്നു പോയാല് എന്തായാലും ഈ വിസ ക്യാൻസൽ ആവും. എന്നെ എന്തെന്നറിയില്ല, ദൈവം കൊണ്ടുപോയി നമ്മൾ വെറുതെ പറയാനാവും. പാസ്റ്റേ ഞാൻ സൗദി അറേബ്യയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിട്ട് എൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അവര് രണ്ടുപേരും അവിടെ മുട്ടുമടക്കി, ഭാര്യയും ഭർത്താവും ഞാനും, ഒരു 6-6:30 മണിയോടെ എനിക്കൊരു മനസ്സിന് സമാധാനം തരുന്നുണ്ട് ദൈവം. എന്തോന്ന് ദൈവം ഒന്ന് ചെയ്യാൻ പോണെന്നുള്ളൊരു സമാധാനം ദൈവം തരുന്നുണ്ട്. ആ സമാധാനത്തിൽ ഞാൻ എണീറ്റിരിക്കുമ്പോ എൻ്റെ മകൻ വിളിക്കുന്നതാണ്, അമ്മ ഒരു 5 മിനിറ്റിനകം അമ്മ വെയിറ്റ് ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകണം. കാര്യം അല്പസമയം ഒരു പിന്നെ ഗുജറാത്തി ഇവര് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തു കൊടുത്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം ഈ
അവരുടെ കടമൊന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ വിസയുടെ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ട് പുതുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞായിരുന്നു നിങ്ങളുടെ വിസ പുതുക്കും. അപ്പൊ ഒത്തിരി പ്രാവശ്യം വിളിക്കുന്നുണ്ട് പാസ്റ്ററെ, പക്ഷെ ഇവർ ആൻസർ ചെയ്തില്ല. അപ്പൊ ഉടനെ ഇവര് ചോദിച്ചു, അവസാനം ഇവര് ആൻസർ ചെയ്തിട്ട് പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വിസ പുതുക്കുമെന്നിട്ട്. അപ്പൊ പറഞ്ഞില്ല, അവരൊത്തിരി നല്ല കാശുള്ളവരാ, വിസ പുതുക്കിയിട്ടില്ല. എത്ര രൂപ വേണം, വാ ഞങ്ങൾ പൈസ തരാന്ന്. ആ ദൈവത്താൽ അല്ലാതെ അത് ആർക്കും അത് ചെയ്യിക്കാൻ പറ്റൂല പാസ്റ്ററെ. നമ്മൾ ആരെടുത്ത് പോയി നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പറയത്തക്ക ഇത് ജോലി അടുത്തിന് കണ്ടുപിടിക്കണം, പക്ഷെ ഒരു എഗ്രിമെന്റും ഇല്ലാതെ ആ എത്ര രൂപ ആവശ്യമാണോ അത് അപ്പൊ തന്നെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ അവര് ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ വിസ എടുക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ ഓരോ നിമിഷവും അവിടെ ആയാലും ശരിയല്ല, അവരുടെ ആരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല അവരവിടെ നിൽക്കുന്നത്, ദൈവത്തിന്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രം നിൽക്കുന്നത്. കൊറോണ വന്ന കാലഘട്ടത്തിലായാലും ശരിയാണ്, ഇന്ന് വരെയും അനേക പ്രശ്നങ്ങൾ കൂടി കടന്നുപോയെങ്കിലും പോറ്റി പുലർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് രുചിച്ചറിയാൻ ഞങ്ങൾക്ക് അത് കഷ്ടതയിലായത് ഏറ്റവും സന്തോഷമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം ദൈവത്തെ രുചിച്ചറിയാനും ദൈവത്തിന്റെ പ്രവൃത്തികളെ ഞങ്ങൾക്ക് അറിയാനും ദൈവത്തിൽ കൂടുതൽ അടുക്കാനും ദൈവത്തിന്റെ സ്നേഹം എല്ലാത്തിലും ഒരു ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് പാസ്റ്റർ. എന്നായാലും സന്തോഷത്തോടെ ഇരിക്കുന്നു, ദൈവകൃപയാൽ അവരെ നടത്തുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും ഇത്രയും സമയം തന്ന ആരോമ ടിവിക്കും ദൈവദാസനും നന്ദി പറയുന്നു. ഇതൊരു ഒരുപാട് ഞാൻ ചുരുക്കി കാര്യങ്ങളൊക്കെ എന്നാലും ഇത് പറഞ്ഞാല് തീരില്ല, അത്രത്തോളം സാക്ഷ്യം ഞങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത്, ഞാനൊന്നും ദൈവത്തിന് ചെയ്തിട്ടല്ല, ദൈവം സ്നേഹിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിന് മുമ്പേ ഞങ്ങളെ കണ്ടതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നും ജീവിച്ച് മുമ്പോട്ട് പോകുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വന്നതും പാസ്റ്റർ 2024 ഞാൻ ഇവിടെ വന്നു. പക്ഷെ അപ്പോഴെല്ലാം ദൈവം പറഞ്ഞു പോന്ന്. പക്ഷെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എങ്ങനെ പോകും, കാര്യം ലോണുണ്ട്, ഈ വീടിന്റെ കാര്യം ചെറിയൊരു ലോണുണ്ട്, അത് ഞാൻ അടച്ചുകൊണ്ടിരിക്കുക. എന്റെ മോന്റെ ജോലി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. എന്നാലും ഇന്നു വരെ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് നല്ലൊരു ജോലിയാ, എനിക്ക് ആരും പോകാൻ പറഞ്ഞിട്ടില്ല, നല്ലൊരു സാക്ഷ്യത്തിന്റെ ഉടമയായിരുന്നു. ജോലി സ്ഥലത്തൊക്കെ ആരും എന്നെ വിട്ടിട്ടില്ല. പക്ഷെ എന്നോട് എപ്പോഴും എന്റെ മാനേജർ പറയും, ഞങ്ങൾ നിന്നെ വിടൂല, കാര്യം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാഫിനെ നഷ്ടപ്പെടുന്നത്. എന്നാൽ പോലും ദൈവം, ഞാൻ പറയുന്ന ഒരു വാക്ക് അവരോട് പറയും, എനിക്ക് എന്തുണ്ടോ ഇല്ലയോ, എനിക്ക് ഇന്ന് മേളിൽ നിന്നൊരു ഓർഡർ കിട്ടി ഞാൻ പോയിരിക്കുമെന്ന് എപ്പോഴും ഞാൻ പറയും, എപ്പോഴും പറയും എന്റെ മാനേജർ അടുത്ത്. അതിലൊരുപരി എന്റെ മാനേജർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിമാ പാസ്റ്റർ, മുസ്ലിമാണ്. എനിക്ക് പൂർണ്ണ ഫ്രീഡം തന്നിട്ടുണ്ട്, എനിക്ക് പ്രേയറിന് പോകാൻ. ഞാൻ അവിടെ ഇറങ്ങി നിന്നാൽ പോലും എന്നെ ഒന്നും പറയില്ല. അതൊക്കെ വരാൻ നേരത്ത് വളരെ സന്തോഷത്തോടെ ഞാൻ അവിടെ ഇറങ്ങി. അതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ആർക്കും അലോഡില്ല പുറത്തു പോകാനെങ്കിലും എനിക്ക് പ്രേയറിന് പോകാൻ അലോഡ് തരും. എന്നിട്ട് രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, പ്രാർത്ഥിക്കണം കേട്ടോ, കമ്പനിയുടെ ഇത് കോൺട്രാക്ട് തീരാറായി, പുതുക്കാൻ പോവുക, ഇത്രയും വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയും, കിട്ടും സാറേ കിട്ടും. അത് നിനക്കെങ്ങനെ ഉറപ്പ്? ഞാൻ പറയും കിട്ടും. ഞാൻ ചർച്ചില്, ഞങ്ങളുടെ നല്ലൊരു ചർച്ചും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളും നല്ലൊരു കൂട്ടായ്മയും, അത് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അതിലുപരി വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞാല്, ഞാൻ ജീവന തുല്യം ഒരു സഹോദരനെ പോലെ എനിക്ക് എന്റെ സഹോദരന്മാർ പോലും ഇത്രത്തോളം ചെയ്യാത്ത ഒരു ഫാമിലി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പാസ്റ്ററോട്, എന്നെ ദൈവം കൂട്ടിച്ചേർത്ത് ആ ഫാമിലിയില് ആ സഹോദരൻ മരണപ്പെട്ടുപോയി. 2022 മരണപ്പെട്ടുപോയി. അത് പെട്ടെന്ന് ഒരു അറ്റാക്ക് ആയിരുന്നു. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു സംഭവിച്ചത്. അതെന്റെ മനസ്സിനെ വല്ലാത്ത ഒരു ദുഃഖമായി. അവരിപ്പോ ബോംബെയിലായിരിക്കുന്നു, കുഞ്ഞുങ്ങൾ അയർലൻഡിലായിരിക്കുന്നു, സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്നാൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ തീരാ ഒരു ദുഃഖം തന്നെയാണ് അത്. ദൈവം കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു, അതിനും ഉണ്ടായ മിസ്റ്റേക്ക്. ഞാന് ചെറിയൊരു വിഷയം, ഞങ്ങള് അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു വിഷയമുണ്ടായപ്പോ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ അവിടെ ജോലി മതിയാക്കിയിട്ട് പിന്നെ ചർച്ചിൽ പോവും, തിരിച്ചു പോകും. അപ്പൊ ദൈവം എന്നോട് ചോദിച്ചത്, നീ എന്നോടൊരു കുടുംബം ചോദിച്ചു, നിനക്ക് ഞാൻ ഒരു കുടുംബം തന്നു, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം വരാറില്ലേന്ന്. ഞാൻ തിരിച്ചുപോയി പാസ്റ്ററെ. കാര്യം ദൈവം എന്തെങ്കിലും നമുക്ക് ചിലത് കയ്പായിട്ട് തോന്നിയിരിക്കാൻ ചിലത്, പക്ഷെ ദൈവം നമ്മളോട് പറയുമ്പം നമ്മളത് കേൾക്കാതിരിക്കാൻ പറ്റില്ല.
അത് ഇന്നും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയിലും വേറൊരു കാര്യം ദൈവം എന്നോട് പറഞ്ഞു, നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും. ആ ഒരു ദൈവത്തിന്റെ സ്നേഹം അതുകൊണ്ട് ഇന്നും എൻ്റെ ദൈവം സന്തോഷത്തോടെ നടത്തുന്നു. എൻ്റെ സഹോദരി കുടുംബം എൻ്റെ കൂടെ ആയിരിക്കുന്നു, അവരെ കൂടെ ഞാൻ ആയിരിക്കുന്നു. ദൈവം ഒന്നിനും മുട്ടിപ്പിക്കാതെ, ഞാൻ ഈ ഒന്നുമില്ലായ്മയിലാണ് ഞാൻ 2024 സൗദി അറേബ്യയിൽ നിന്ന് ഇതിവിടെ വന്നെങ്കിൽ ഇന്ന് വരെ എനിക്ക് ഒന്നിനും കുറവില്ലാതെ തക്ക സമയത്ത് എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊക്കെ നിവർത്തീകരിച്ച് ദൈവം നടത്തണം. അതുപോലെ എൻ്റെ മോനും കുടുംബവും ഇപ്പൊ പുതിയ ജോലിയിലൊക്കെ അതൊക്കെ വലിയ ഒരു സാക്ഷ്യമുണ്ട് പാസ്റ്റർ. ദൈവം പുതിയൊരു വഴി തുറന്നു, രണ്ടുപേർക്കും കൊടുത്തു. ഇപ്പൊ അവർ കയറിയിട്ട് 3 മാസമേ ആയുള്ളൂ. ദൈവം അത്ഭുതമായിട്ട് 2 കുഞ്ഞുങ്ങൾ ഒത്തു. ഒരാൾക്ക് 7 വയസ്സ് കഴിഞ്ഞു, ഒരാൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. സന്തോഷമായിരിക്കുന്നു. അവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തന്നിരിക്കണം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവെ, അപ്പച്ച ഈ ഒരു ചാനൽ അനേകം പേർക്ക് ആ ദൈവദാസനിൽ കൂടി കർത്താവെ ആ ഒരു ചാനൽ ദൈവം അത് തുറന്നിട്ടുണ്ട് കർത്താവെ. ഒരു സാക്ഷ്യത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഈ സാക്ഷ്യം കേട്ട് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണമേ. അപ്പ സ്തോത്രം. വിശ്വാസികളും ദൈവത്തെ അറിയാത്തവർ അനേകം പേര് കർത്താവ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം. ദൈവത്തെ അറിയാനും മഹത്വപ്പെടുത്താനും ഒക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ രാജി സിസ്റ്റർ. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നായർ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ടു. വളരെ സങ്കീർണമായ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് പിതാവിന്റെ അതിക്രൂരമായ ഇടപെടലുകൾ മൂലം ജീവിതത്തിലെ ബാല്യത്തിൽ നേരിട്ടതായ വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പറയുകയുണ്ടായി. അതേ തുടർന്ന് ജീവിതത്തിലെ ഒരു പ്രതീക്ഷ എന്ന നിലയിലാണ് കുടുംബജീവിതമൊക്കെ ആരംഭിച്ചതെങ്കിൽ പോലും അതിലും ജീവിതം തകർത്തെറിയപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഉണ്ടായ തലമുറയ്ക്ക് നേരിട്ടതായ അസാധാരണമായ രോഗത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കുവാനും അവിടെ നിന്ന് ഒരു തിരിച്ചുവരവിലേക്ക് ആമേനെ കയറുവാനും കർത്താവ് സഹായിച്ചു. ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കർത്താവ് തന്നു. കേരളത്തിൽ വെച്ചല്ല, സൗദി അറേബ്യയിൽ വെച്ച്, ഒരു ഗൾഫ് രാജ്യത്ത് വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമേറിയ ആ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം കൃപ ചെയ്തു. ഇനിയും സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ, വിശ്വസ്തയോടെ അവസാനം വരെ നിലകൊള്ളുവാൻ ദൈവം ആയുസ്സും ആരോഗ്യ അവസരം തരട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.